പുസ്തകം ബുക്ക് ഓഫ് ഡാനിയൽ 3-ാം അധ്യായം. അതോടൊപ്പം 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം 16 വാക്യം വായിക്കണം. 16 വാക്യം വായിച്ച ആരെങ്കിലും നശിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല. ബൈബിൾ വായിച്ച എല്ലാവരും നന്നായതേ ഉള്ളൂ. ഈ ഞായറാഴ്ച 16 വാക്യം എന്നോട് ചേർന്ന് വായിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞ്. യെസ്, ഹല്ലേലൂയ. പല പ്രാവശ്യം നിങ്ങൾ വായിച്ചതായിരിക്കും, കാണാതെ പറവാൻ കഴിയും, പഠിച്ചതായിരിക്കും, പ്രാസംഗന്മാർ എല്ലാവരും പ്രസംഗിച്ചതായിരിക്കും. താങ്ക് യു ജീസസ്. ബുക്ക് ഓഫ് ഡാനിയൽ ചാപ്റ്റർ 3 വേഴ്സസ് 14 to 30. ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം 14 മുതൽ 30 വരെ. പലർക്കും കിട്ടിയില്ല. ഇപ്പോഴും നോക്കുക, പുതിയ നിയമത്തിലാണോ പഴയ നിയമത്തിലാണോ? പേജ് നമ്പർ 842. എന്തിനാ ബുദ്ധിമുട്ടുന്നത്? സ്തോത്രം. ബുക്ക് ഓഫ് ഡാനിയൽ ചാപ്റ്റർ 3, ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 14 മുതൽ താഴേക്ക്. റെഡി? ശബ്ദമുയർത്തി വായിച്ചേ. നെബൂഖദ്നേസർ അവരോട് കൽപ്പിച്ചത്, ശദ്രക്കെ, മേശക്കെ, അബേദ്നെഗോവേ, നിങ്ങൾ എന്റെ ദേവന്മാരെ സേവിക്കുകയോ ഞാൻ നിർത്തിയ സ്വർണ്ണ ബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് നേർ തന്നെയോ? ഇപ്പോൾ കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാദസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഞാൻ പ്രതിഷ്ഠിച്ച ബിംബത്തെ വീണ് നമസ്കരിപ്പാൻ ഒരുങ്ങിയിരുന്നാൽ നന്ന്. നമസ്കരിക്കാതെ ഇരുന്നാലോ ഈ നാഴികയിൽ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചുളയിൽ ഇട്ടുകളയും. നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവൻ ആർ? ശദ്രകം, മേശകം, അബേദ്നെഗോവും രാജാവിനോട്, നെബൂഖദ്നേസരേ, ഈ കാര്യത്തിൽ ഉത്തരം പറയാൻ ആവശ്യമേ ഇല്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കയില്ല. രാജാവ് നിർത്തിയ സ്വർണ്ണ ബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്നറിഞ്ഞാലും എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ നെബൂഖദ്നേസറിന് കോപം മുഴുത്ത് ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിന്റെയും നേരെ മുഖം മാറി ചൂള പതിവായി ചൂട് പിടിപ്പിച്ചതിൽ 7 മടങ്ങ് ചൂട് പിടിപ്പിപ്പാൻ അവൻ കൽപ്പിച്ചു. അവൻ തന്റെ സൈന്യത്തിലെ മഹാബലവാന്മാരായ ചില പുരുഷന്മാരോട് ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും ബന്ധിച്ച് എരിയുന്ന തീച്ചുളയിൽ ഇട്ടുകളവാൻ കൽപ്പിച്ചു. അങ്ങനെ ആ പുരുഷന്മാരെ അവരുടെ കാൽച്ചട്ട, കുപ്പായം, മേലാട തുടങ്ങിയ വസ്ത്രങ്ങളോടുകൂടെ ബന്ധിച്ച് എരിയുന്ന തീച്ചുളയിൽ ഇട്ടുകളഞ്ഞു. രാജകൽപ്പന കർക്കശമായിരിക്കുന്നത് കൊണ്ടും ചൂള അത്യന്തം ചൂടായിരിക്കൊണ്ടും ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും എടുത്തുകൊണ്ടുപോയ പുരുഷന്മാരെ അഗ്നിജ്വാല ദഹിപ്പിച്ചു കളഞ്ഞു. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നീ 3 പുരുഷന്മാരോ ബന്ധിക്കപ്പെട്ടവരായി എരിയുന്ന തീച്ചുളയിൽ വീണു. നെബൂഖദ്നേസർ രാജാവ് ഭ്രമിച്ച് വേഗത്തിൽ എഴുന്നേറ്റ് മന്ത്രിമാരോട്, നാം 3 പുരുഷന്മാരെ അല്ലയോ ബന്ധിച്ച് തീയിൽ ഇട്ടത് എന്ന് ചോദിച്ചതിന് അവർ, സത്യം തന്നെ രാജാവേ എന്ന് രാജാവിനോട് ഉണർത്തിച്ചു. അതിന് അവൻ, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്ക് ഒരു കേടും തട്ടിയിട്ടില്ല. 4-ാമത്തെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു. 4-ാമത്തെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു. 4-ാമത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. നെബൂഖദ്നേസർ എരിയുന്ന തീച്ചുളയുടെ വാതിക്കൽ അടുത്ത് ചെന്ന് അത്യുന്നതന ദൈവത്തിന്റെ ദാസന്മാരായ ശദ്രക്കെ, മേശക്കെ, അബേദ്നെഗോ
അബേദ്നെഗോവേ പുറത്തു വരുവീൻ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും തീയിൽ നിന്ന് പുറത്തു വന്നു. പ്രധാന ദേശാധിപതിമാരും സ്ഥാനാധിപതിമാരും ദേശാധിപതിമാരും രാജമന്ത്രിമാരും വന്നുകൂടി. ആ പുരുഷന്മാരുടെ ദേഹത്തിന് തീ പിടിക്കാതെയും അവരുടെ തലമുടി കരിയാതെയും കാൽച്ചട്ടയ്ക്ക് കേട് പറ്റാതെയും അവർക്ക് തീയുടെ മണം പോലും തട്ടാതെയും ഇരുന്നത് കണ്ടു. അപ്പോൾ നെബൂഖദ്നേസർ കൽപ്പിച്ചത് ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവൻ തങ്കൽ ആശ്രയിക്കുകയും ഇന്ന് പകൽ തങ്കൽ ആശ്രയിക്കുകയും ഇന്ന് പകൽ തങ്കൽ ആശ്രയിക്കുകയും സ്വന്തം ദൈവത്തെ അല്ലാതെ വേറെ ഏതൊരു ദൈവത്തെ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കാൻ തക്കവണ്ണം രാജകൽപ്പന കൂടെ മറുത്ത് തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത തന്റെ ദാസന്മാരെ അവൻ സ്വദൂതനെ അയച്ച് വിടുവിച്ചിരിക്കുന്നുവല്ലോ. ഈ വിധത്തിൽ വിടുവിപ്പാൻ മറ്റൊരു ദൈവവും ഇല്ലായ്ക കൊണ്ട് ഒരിക്കൽ കൂടെ ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവവും ഇല്ലായികൊണ്ട് എത്ര പേർ വിശ്വസിക്കുന്നു? ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവം ഇല്ലായികൊണ്ട് ഏത് ജാതിയിലും വംശക്കാരിലും ഭാഷക്കാരിലും ആരെങ്കിലും ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ദൈവത്തിന് വിരോധമായി വല്ല തെറ്റും പറഞ്ഞാൽ അവനെ കഷണം കഷണമായി ശകലിക്കുകയും അവന്റെ വീട് കുപ്പക്കുന്നാക്കുകയും ചെയ്യുമെന്ന് ഞാനൊരു വിധി കൽപ്പിക്കുന്നു. 30-ാം വാക്യം. പിന്നെ രാജാവ് ശദ്രക്കിനും മേശക്കിനും അബേദ്നെഗോവിനും ബാബേൽ സംസ്ഥാനത്ത് സ്ഥാനമാനങ്ങൾ കൽപ്പിച്ച് കൊടുത്തു. 29-ാം വാക്യത്തിൽ നിയമം മാറുകയാണ്. രാജ്യത്തിന്റെ നിയമം മാറുകയാണ്. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, നിങ്ങൾ നിമിത്തം രാജ്യം മാറുകയാണ്. പറ, നിങ്ങൾ എങ്ങനെ നിൽക്കും, നിങ്ങൾ എങ്ങനെ ദൈവത്തെ സേവിക്കും, നിങ്ങൾ എങ്ങനെ സാക്ഷികളാകും എന്നതനുസരിച്ച് നിങ്ങളുടെ രാജ്യം മാറുന്നു, നിങ്ങളുടെ ദേശം മാറുന്നു. ലെറ്റ് മീ പ്രൊഫസൈ ടു യു, നിങ്ങളുടെ ഭവനം മാറുന്നു, നിങ്ങളുടെ അന്തരീക്ഷം മാറുന്നു. നീ എങ്ങനെ നിൽക്കും എന്ന് ആശ്രയിച്ച് നിന്റെ സാഹചര്യം ദൈവത്തിന്റെ കൃപയാൽ മാറുകയാണ്. In Jesus name, hallelujah. നീ മാറിയാൽ നിന്റെ അവസ്ഥ മാറ്റുന്നവനായ ഒരു ദൈവം ഉണ്ട്. ഹല്ലേലൂയ. കർത്താവ് സഹായിക്കട്ടെ. കടന്നു വരിക 1 പത്രോസിന്റെ ലേഖനം. സ്തോത്രം. ഞാൻ ടൈറ്റിൽ ഈ വേദഭാഗത്തിൽ നിന്ന് പറയുന്നതിന് മുൻപ് സ്തോത്രം, അതെ, 1 പത്രോസിന്റെ ലേഖനം അതിന്റെ 1-ാം അധ്യായം 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 6-7 വാക്യങ്ങൾ. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പം നേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ ഇങ്ങനെ ഇടവരും. ഒരിക്കൽ കൂടെ, അടിഞ്ഞു പോകുന്നതും ഫ്രിഡ്ജിലല്ല, ഫ്രീസറിലല്ല, ഐസ് കട്ടയിലല്ല, തീയിൽ ശോധന കഴിക്കുന്നത്. എങ്ങനെ ശോധന കഴിക്കുന്ന? പറ. തീയിൽ ശോധന കഴിക്കുക. തീയിൽ ശോധന. ന്യൂ ജനറേഷൻകാരൻ അത് കാണത്തില്ല. തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത്. നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത്. ടൈറ്റിൽ ഇന്ന് പകൽ നാം ചിന്തിക്കുന്നതായ വിഷയം ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം. സ്തോത്രം. അതെ, 25-ാം വാക്യത്തിന്റെ ഒരു പദമാണ്. ബുക്ക് ഓഫ് ഡാനിയൽ ചാപ്റ്റർ 3 വേഴ്സ് 25. സ്തോത്രം. ദാനിയേൽ 3:25. 4-ാമന്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു. 4-ാമന്റെ രൂപം ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു. The title of today's message, Fourth Man in the Fire. Fourth Man in the Fire. തീച്ചൂളയിൽ ഇറങ്ങിയ 4-ാമൻ. തീച്ചൂളയിൽ ഇറങ്ങിയ 4-ാമൻ. തീച്ചൂളയിലെ 4-ാമൻ. അടുത്തിരിക്കുന്നവർ നോക്കി പറ, ഞാൻ ഒറ്റയ്ക്കല്ല. തീച്ചൂളയിലെ 4-ാമൻ. തീച്ചൂളയിലെ 4-ാമൻ. തീച്ചൂളയിലെ 4-ാമൻ. വേദപുസ്തകത്തിന്റെ കവർ ടു കവർ നിങ്ങൾ നോക്കുമ്പോൾ
ശക്തന്മാരെ നിങ്ങൾ കാണുന്നു എങ്കിൽ, ജയിച്ചവരെ നിങ്ങൾ കാണുന്നുവെങ്കിൽ, ലോകത്തെ കൂസാകാതെ നിന്നവരെ നിങ്ങൾ കാണുന്നെങ്കിൽ, സാത്താനെ മിണ്ടാതാക്കി ജയത്തിന്മേൽ ജയം പ്രാപിച്ച് നിൽക്കുന്നവരെ നിങ്ങൾ കാണുന്നെങ്കിൽ, അവർ സെമിനാരിയിൽ നിന്ന് വന്ന് സെമിത്തേരിയിലേക്ക് പോകുന്നവർ അല്ല. പകരം ലൈഫിന്റെ, ജീവിതത്തിന്റെ റഫ് ആൻഡ് ടഫ് പരിതസ്ഥിതികളിലൂടെ അവർ കയറി വന്നവരാണ്. ഹല്ലേലൂയ. ലൈഫിന്റെ, ജീവിതത്തിന്റെ പരിപരുത്ത അനുഭവങ്ങളിലൂടെ കടന്നു വന്നവരാണ് ഏറ്റവും ശക്തിയുള്ളവരായി ദൈവത്തിന്റെ നാമമഹത്വത്തിന് വേണ്ടി നിന്നവർ. ഇന്ന് പകലും ഏതെങ്കിലും റഫ് ആൻഡ് ടഫ് അറ്റ്മോസ്ഫിയറിലൂടെ, ഏതെങ്കിലും പരിപരുത്ത അനുഭവങ്ങളിലൂടെ, സഹിപ്പാൻ കഴിയാത്ത വേദനകളിലൂടെ കടന്നു പോകുന്നു എങ്കിൽ, അസാമാന്യമായ വലിയ ജയം പ്രാപിച്ചവരുടെ മെറിറ്റ് ലിസ്റ്റിൽ നിന്റെ പേരിനെയും ദൈവം എഴുതി ചേർക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. കാരണം ദൈവം നിന്നെ വിളിച്ചിറക്കിയത് തോൽക്കാനല്ല, പകരം ദൈവം നിന്നെ ആക്കി വച്ചിരിക്കുന്നത് എന്നും എപ്പോഴും എവിടെയും ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യിപ്പാൻ വേണ്ടിയാണ്. യെരുശലേമിന്റെ കംഫർട്ട് സോണിലല്ല ഈ കാര്യം നടക്കുന്നത്. യെരുശലേമിൽ സ്വന്തം ജനമാണ്. യെരുശലേമിൽ മഹത്വം നിറഞ്ഞ ഒരു ദേവാലയം ഉണ്ടായിരുന്നു. യെരുശലേമിൽ പുരോഹിതന്മാരുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്, സ്തോത്രം, അതേ, സ്നേഹിതരുണ്ട്. പക്ഷെ ആ കംഫർട്ട് സോണിലല്ല ഇന്ന് പകൽക്കാലം ഈ പറയപ്പെട്ടതായ ദൈവിക ജയം ദൈവത്തിന്റെ ജനത്തിൽ സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ബാബേൽ പ്രവാസത്തിലാണ്. സ്തോത്രം. ആൻഷ്യൻ ബാബിലോൺ എന്ന് അറിയപ്പെടുന്ന പുരാതനമായ ബാബിലോൺ എന്ന് പറയുന്നത് 7 പ്രധാനപ്പെട്ടതായ സ്തോത്രം കീർത്തികളാൽ അവർ വളരെ പ്രസിദ്ധമായിരുന്നു. ഫറവോന്റെ രാജധാനി എത്രത്തോളമാണോ ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നതെന്നതുപോലെ നെബൂഖദ്നേസർ ലോകം മുഴുവൻ പ്രസിദ്ധനായി ഹാങ്ങിങ് ഗാർഡൻ, തൂക്ക് ഉദ്യാനം എന്ന് അറിയപ്പെടുന്നതായ 7 പ്രധാനപ്പെട്ടതായ അത്ഭുതങ്ങളാൽ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും പിടിച്ചു പറ്റിയതായ മഹാനായ വലിയൊരു രാജാവ് ആയിരുന്നു. ഞാൻ പറയട്ടെ, നിങ്ങളെ ഞെരുക്കുന്ന ശത്രു എത്ര വലിയവനാണോ അത്രത്തോളം നിങ്ങളുടെ വിടുതൽ മഹത്തരം ആയിരിക്കും. നിങ്ങളുടെ വെല്ലുവിളി എത്ര കഠിനമായിരിക്കുന്നു, നിങ്ങളുടെ ജയം അത്രത്തോളം വലുതായിരിക്കുക. അതുകൊണ്ട് ശത്രുവിന്റെ വലിപ്പം കണ്ട് ഒരിക്കലും പിന്മാറരുതേ. ഉന്നതന്മാർ നിങ്ങൾ ഞെരിക്കുന്നു എങ്കിൽ അത്യുന്നതനായ ദൈവം സ്വർഗത്തിൽ നിങ്ങൾക്കായി ജീവിക്കുന്നു. ശക്തന്മാർ നിങ്ങളെ ഞെരിക്കുന്നു എങ്കിൽ സർവശക്തനായ ദൈവം, സ്തോത്രം, അതെ, നിങ്ങൾക്കായി ജീവിക്കുന്നു. ദൈവം അത്യുന്നതനാണ്, ദൈവം സർവശക്തനാണ്. കേൾക്കുന്നവർ ആമീൻ പറഞ്ഞാട്. ഇവിടെ എബ്രായ പുരുഷന്മാരെ, സ്തോത്രം, ഇതാ ബാബേലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. സ്ത്രീകളെ, 10,000-കണക്കിന് സ്ത്രീകളെ കൊന്നുകളഞ്ഞ്, 10,000-കണക്കിന് വൃദ്ധന്മാരെയും വൃദ്ധകളെയും കൊന്നുകളഞ്ഞ്, കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞ്, ആരോഗ്യമുള്ളവരെ മാത്രം ഇതാ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ, സ്തോത്രം, അതെ, ഏറ്റവും പേഴ്സണാലിറ്റി ഉണ്ടായിരുന്നതായ ചിലരുണ്ടായിരുന്നവരുടെ പേരാണ് ഡാനിയേൽ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ. അവർ കടന്നു പോകുന്ന ഒരു ടെസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ കേട്ടത്. ഒരു ടെസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ടാസ്കിൽ നിനക്ക് കാലുറപ്പിപ്പാൻ കഴിയത്തുള്ളൂ. ഒരു ടെസ്റ്റ് ഇല്ലാതെ ഒരു ടാസ്ക് നിനക്ക് കാണുവാൻ കഴിയത്തില്ല. ബൈബിളിന്റെ ഒരറ്റം മുതൽ എല്ലാ ശക്തന്മാരും അവരുടെ ടെസ്റ്റ് പാസ്സായവരാണ്. ഈ ജൂലൈ മാസത്തിൽ എന്തെങ്കിലും ടെസ്റ്റ് നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നെങ്കിൽ രാജാവിന്റെ മാസ്റ്റർ കമ്പ്യൂട്ടറിൽ നിന്റെ പ്രൊമോഷൻ ഓർഡറും ഇതാ ദൈവകൃപയാൽ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ടെസ്റ്റ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഉയർച്ചകളുമുണ്ട്. ഒരു ലവ് ടെസ്റ്റ് ഒരു ദിവസം അബ്രഹാമിന് ദൈവം നൽകി, സ്നേഹത്തിന്റെ ടെസ്റ്റ്. നീ സ്നേഹിക്കുന്ന നിന്റെ മകനാകുന്നതായ സ്തോത്രം ഇസഹാക്കിനെ മോര്യാമലയിൽ കൊണ്ടുവന്ന് അവനെ ഹോമയാഗം കഴിക്കുക. സ്നേഹത്തിന്റെ ടെസ്റ്റ് പാസ്സായവൻ വിശ്വാസികളെ പിതാവ് ആയി തീർന്നു. സ്തോത്രം. മരുഭൂമിയിലെ ഒരു ടെസ്റ്റ് യേശുവിന് ഉണ്ടായിരുന്നു. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്ന് പറഞ്ഞ് പഴയ പ്രാസംഗിക
പ്രാസംഗന്മാർ, പുതിയ പ്രാസംഗന്മാർ സ്തോത്രം ഒരേ പ്രസംഗം ആവർത്തിക്കുന്നത് പോലെ ഒരേ തന്ത്രവുമായി സാത്താൻ ആവർത്തിച്ച് കടന്നു വന്നിട്ട് പറഞ്ഞു, കഴിയുമെങ്കിൽ ഈ കല്ലുകളെ അപ്പമായി തീരുവാൻ കൽപ്പിക്കുക, ഈ കാണുന്നതെല്ലാം നിനക്ക് തരാം, എന്നെ വീണ് നമസ്കരിക്കുക, ഈ ദേവാലയത്തിന്റെ അഗ്രത്തിൽ എന്തിന് നീ നിൽക്കുന്നു, നീ താഴേക്ക് ചാടുക. എന്നാൽ മരുഭൂമിയിലെ ടെസ്റ്റിൽ അവൻ ജയിച്ചതുകൊണ്ട് വേദപുസ്തകത്തിൽ ആർക്കുമില്ലാത്ത ശുശ്രൂഷ ഗലീല മുതൽ യെരൂശലേം വരെ ഒരു കൊടുങ്കാറ്റ് പോലെ ചെയ്യുവാൻ അവനെ പിതാവായ ദൈവം ബലപ്പെടുത്തുകയുണ്ടായി. ഇന്നും നിങ്ങൾക്ക് പ്രലോഭനം വരുന്നെങ്കിൽ മനസ്സിലാക്കണം, നാളെ ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടില്ലാത്ത ഏതോ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ ദൈവത്തിന്റെ കൃപയാൽ ഈ ടെസ്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ അനുവദിക്കുകയാണ്. ഇത് ജയിച്ചേ പറ്റത്തുള്ളൂ. വേദപുസ്തകം പറയുന്നു, സഹോദരി സഹോദരന്മാരെ, ദൈവത്തിന്റെ സഭയും വിവിധ ക്രമത്തിലുള്ള അഫ്ലിക്ഷനിലൂടെ കടന്നു പോകണം. അപ്പോസ്തല പ്രവൃത്തി 14:22 പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, പല ശോധനകളിലൂടെ നാം ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാണ്. ഹേ, രക്ഷിക്കപ്പെട്ട ദൈവജനം കേൾക്കട്ടെ, നിങ്ങളുടെ ശോധനകളെ കണ്ട് നിങ്ങൾ ഓടിപ്പോകുന്നവരല്ല. ദൈവം ഇല്ലാത്തവർ ശോധനകളെ കണ്ട് പ്രശ്നം കണ്ട് ഓടിപ്പോകുമ്പോൾ ദൈവമുള്ളവൻ പ്രശ്നങ്ങളിലേക്ക് ഓടിപ്പോയി പ്രശ്നങ്ങളെ ജയിച്ച് അടുത്ത തലത്തുള്ള പ്രൊമോഷനിലേക്ക് അവൻ ഉയരുന്നവനായിരിക്കുക. ആഗ്രഹമുള്ളവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്. വേദപുസ്തകം പറയുന്നു, കാറ്റിന്റെ ശോധനയുണ്ട്. യോബ് കാറ്റിന്റെ ശോധനയിൽ അകപ്പെട്ടവനായിരുന്നു. ലംബമായി അടിച്ചതായ കാറ്റ്, പാർശ്വമായി അടിച്ച കാറ്റ്, പാർശ്വമായി അടിച്ച കൊടുങ്കാറ്റ്, പാർശ്വമായി അടിച്ചതായ കൊടുങ്കാറ്റിൽ യോബിന്റെ ഭവനം തകർക്കപ്പെട്ടു. പാർശ്വമായി അടിച്ച കൊടുങ്കാറ്റിൽ തകർക്കപ്പെട്ടവനെ ലംബമായി അടിച്ച ചുഴലിക്കാറ്റിൽ ദൈവം ഉയർത്തി. പാർശ്വമായ കാറ്റിൽ തകർക്കപ്പെട്ടവനെ, കൊടുങ്കാറ്റിൽ തകർക്കപ്പെട്ടവനെ ചുഴലിക്കാറ്റിൽ, അതേ ചുഴലിക്കാറ്റിൽ ദൈവം ഉയർത്തി. നഷ്ടപ്പെട്ടത് ഇരട്ടിയായി ദൈവമായി കർത്താവ് തിരികെ നൽകി. ശോധനകളെ ജയിച്ചേ പറ്റത്തുള്ളൂ. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, ശോധനകളെ ജയിക്കുക. വെള്ളത്തിന്റെ ടെസ്റ്റ് ഉണ്ട്. ഇന്ന് രാവിലെ സ്തോത്രം വാട്സ്ആപ്പ് മെസ്സേജ് നിങ്ങൾ കേട്ട് കാണും. സ്തോത്രം, 1,35,000-ലധികം പേർ വരുന്നതായ മിദ്യാന്യ പടയെ തകർക്കുവാൻ വേണ്ടി 300 പേരെ ദൈവമായ കർത്താവ് തെരഞ്ഞെടുത്തത് വെള്ളത്തിന്റെ ടെസ്റ്റ് നൽകിയിട്ടാണ്. വെള്ളത്തിന്റെ അരികിൽ കടന്നുപോയി ദൈവമായ കർത്താവ് അവരെ ടെസ്റ്റ് ചെയ്തു. മോശയെ വലിച്ചെടുത്തത് വെള്ളത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ വെള്ളത്തിന്മേൽ അവന് ഒരു പ്രധാനപ്പെട്ട അധികാരം ദൈവം നൽകി. ഒരിക്കൽ കൂടെ, വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തവനെ മോശയ്ക്ക് വെള്ളത്തിന്മേൽ ഒരു പ്രത്യേക അധികാരം ദൈവം നൽകി. അർത്ഥം, ഏതാണോ നിങ്ങളോട് പൊരുതുന്നത്, എന്താണോ നിങ്ങളോട് പൊരുതുന്നത്, അതിന്മേൽ ഒരു സ്പെഷ്യൽ അതോറിറ്റി നിങ്ങൾക്കേ ഉണ്ടാകത്തുള്ളൂ, യേശുവിന്റെ നാമത്തിൽ. അതുകൊണ്ട് ശോധന കണ്ട് പതറുന്നവരല്ല നിങ്ങൾ, ശോധനയെ ജയിക്കുന്നവരാണ് നിങ്ങൾ. അതെ, വിവിധ പരിശോധനകൾ, വിവിധ ടെസ്റ്റുകൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ബൈബിളിൽ വിവിധ പരിശോധനകൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയുമെങ്കിൽ ഇവിടെ വേദപുസ്തകം പറയുന്നതായ ടെസ്റ്റ് വെള്ളത്തിന്റെ പരിശോധനയല്ല, കാറ്റിന്റെ പരിശോധനയല്ല, സ്തോത്രം, അതേ സ്നേഹത്തിന്റെ പരിശോധനയല്ല, മറ്റ് പല വിധത്തിലുള്ള പരിശോധനകൾ അതൊന്നുമല്ല. പകരം തീയുടെ ശോധനയാണ്. തീയുടെ ശോധന, തീയുടെ ശോധന. ഒരു മെറ്റഫോറായി പത്രോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുകയാണ്, അത് വിശ്വാസത്തിന്റെ പരിശോധനയാണ്. The genuine faith, യഥാർത്ഥ വിശ്വാസം, യഥാർത്ഥ വിശ്വാസം. സ്തോത്രം. കാണുന്ന എല്ലാവരും വിശ്വാസികൾ എന്ന് പറയാറുണ്ട്, കാണുന്ന എല്ലാവരെയും പാതിരിമാര്, പാസ്റ്റർമാര് എന്ന് പറയാറുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, ഈ കാലഘട്ടത്തിൽ ഒത്തിരി മെഴുകു പ്രതിമകളുണ്ട് കേട്ടോ, ഒത്തിരി മെഴുകുണ്ട്. എന്നാൽ സ്തോത്രം, സ്വർണം ഏതെന്ന് തിരിച്ചറിയണമെങ്കിൽ, ഒറിജിനൽ ഏതെന്ന് തിരിച്ചറിയണമെങ്കിൽ, സ്തോത്രം, അതെ, ഞായറാഴ്ച സഭായോഗം അല്ല തെളിയിക്കുന്നത്, പകരം ജീവിതത്തിന്റെ ഫയറി ഫർണസ് ആണ്, ജീവിതത്തിന്റെ തീച്ചൂളയാണ്. ആരാണ് യഥാർത്ഥ വിശ്വാസി എന്ന് തിരിച്ചറിയുന്നത്? ആരാണ് യഥാർത്ഥ ദൈവ പൈതൽ? ആരാണ് യഥാർത്ഥ ദൈവദാസൻ എന്ന് തിരിച്ചറിയുന്നത്? അവന്റെ ജീവിതത്തിലെ സ്തോത്രം തീച്ചൂളയാണ്. ലൈഫിൽ ഒരിക്കലെങ്കിലും തീച്ചൂള കണ്ടിട്ടുള്ളവർ കരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിച്ചാട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മെഴുക് ഉരുകി പോകാൻ ചെറിയൊരു ചൂട് മാത്രം മതി, ചെറിയൊരു ചൂട് മതി. നിന്റെ അയൺ ബോക്സിന്റെ ചൂട് മതി, മെഴുകിന്റെ അഡ്രസ് കാണത്തില്ല. പക്ഷെ സ്വർണത്തിന്റെ കാര്യം അങ്ങനെയല്ല. സ്വർണം, സ്തോത്രം, ഉരുകി തുടങ്ങാൻ സ്വർണത്തിന്റെ ടെസ്റ്റിന് 1063 ഡിഗ്രി സെൽഷ്യസ്, 1063 ഡിഗ്രി സെൽഷ്യസ് ആണ് സ്വർണത്തെ ഉരുക്കുവാൻ ആവശ്യമായിരിക്കുന്നത്. ആരെങ്കിലും അമേരിക്കൻ ഐക്യനാടിൽ നിന്ന്
നിന്ന് എന്നെ കേൾക്കുന്നുവെങ്കിൽ 1945 ഡിഗ്രി ഫാരൻഹൈറ്റ്, 1945 വർഷമല്ല ഞാൻ പറഞ്ഞത്, 1945 ഡിഗ്രി ഫാരൻഹൈറ്റ് ആണ് സ്തോത്രം അതേ സ്വർണത്തെ ഉരുക്കുവാൻ ആവശ്യം ആയിരിക്കുന്നത്. ഡിഗ്രി സെൽഷ്യസിൽ പറഞ്ഞാൽ 1063 ഡിഗ്രി സെൽഷ്യസ്. പക്ഷെ വെള്ളി ഉരുകാൻ ഇത്രയൊന്നും വേണ്ട കേട്ടോ. വെള്ളി ഉരുകാൻ ഇത്രയും വേണ്ട. വെള്ളി ഉരുകാൻ 961 ഡിഗ്രി സെൽഷ്യസ് മതി. ഹല്ലേലൂയ. വെള്ളി പെട്ടെന്ന് ഉരുക. വെള്ളി ഒരു സ്തോത്രം പാവം വെള്ളിയാ. ഒരു ചെറിയൊരു വാക്ക് മതി, പുള്ളി അങ്ങ് ഉരുകിപ്പോകും. സ്തോത്രം ചെറിയൊരു നോട്ടം മതി, പുള്ളി 7 ദിവസം ഫ്ലാറ്റ് ആകും. സ്തോത്രം അതെ ഒന്ന് കണ്ടിട്ട് ഹായ് പ്രൈസ് ലോർഡ് എന്ന് പറയാതിരുന്നാൽ മതി, അടുത്ത 2 മാസം സഭായോഗത്തിന് കാണത്തില്ല. സ്തോത്രം വെള്ളി ഉരുകാൻ ഒരു ചെറിയ കാര്യം മതി. പക്ഷേ എന്നെ കേൾക്കുന്ന സ്വർണങ്ങൾ പറയും സ്തോത്രം എന്റെ സാക്ഷ്യം പറഞ്ഞാൽ തീരത്തില്ല, സിനിമ എടുത്താലും തീരത്തില്ല. ഞാൻ വന്നത് സെമിനാരിയിൽ നിന്നല്ല വന്നത്, ബൈബിൾ കോളേജിൽ നിന്നല്ല വന്നത്. എനിക്ക് വന്നത് അവർക്ക് വന്നിരുന്നെങ്കിലേ എനിക്ക് വന്നത് മറ്റുള്ളവർ വന്നിരുന്നെങ്കിൽ അവൻ വേപ്പറൈസ് ആയി പോകുമായിരുന്നു, അപ്രത്യക്ഷമാകുമായിരുന്നു. കൃപയിലും കാണത്തില്ല, കൃപാവരത്തിലും കാണത്തില്ല, ശുശ്രൂഷയിലും കാണത്തില്ല, സഭയിലും കാണത്തില്ല. സ്തോത്രം. എന്നാൽ എന്റെ കപ്പാസിറ്റി എന്തെന്ന് അറിയുന്നവൻ ഒരുവൻ സ്വർഗത്തിലുണ്ട്. എന്റെ കപ്പാസിറ്റി എനിക്ക് എത്രത്തോളം താങ്ങാൻ കഴിയും എന്ന് അറിയുന്ന ഒരുവൻ സ്വർഗത്തിൽ ഉണ്ട്. എന്റെ ചുറ്റും ഇരിക്കുന്നവർക്ക് എന്റെ കപ്പാസിറ്റി അറിയത്തില്ല, പക്ഷെ എന്റെ ഉടമസ്ഥന് എന്റെ കപ്പാസിറ്റി അറിയാം. വേറെ ആർക്കുമില്ലാത്ത കണ്ണുനീര്, വേറെ ആർക്കുമില്ലാത്ത തീച്ചുള, വേറെ ആർക്കുമില്ലാത്ത മരണദുഃഖം, വേറെ ആർക്കുമില്ലാത്തതായ പ്രയാസം, വേറെ ആർക്കുമില്ലാത്ത ഞെരുക്കം, വേറെ ആർക്കുമില്ലാത്ത സ്തോത്രം അതേ പ്രതിസന്ധി നിനക്കുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ നിന്നെ വിളിക്കുന്നു. നീ മെഴുക് വിശ്വാസിയല്ല, നീ സ്വർണമാണ്. സ്തോത്രം. വേറെ ആർക്കുമില്ലാത്ത വെല്ലുവിളി നിനക്കുണ്ടെങ്കിൽ നീ സ്വർണമാണ്. ഇൻ ജീസസ് നെയിം. ഈ തീച്ചുളയിൽ നീ തകർന്നു പോകത്തില്ല, പകരം നീ പൊന്നുപോലെ പുറത്തു വരുവാൻ പോകുന്നു. നീ തിളക്കത്തോടെ പുറത്തു വരുവാൻ വേണ്ടി പോകുന്നു. നീ ഷൈൻ ചെയ്ത് നിനക്ക് വേണ്ടായിരിക്കും, നീ ഷൈൻ ചെയ്ത ദൈവത്തിന്റെ കൃപയാൽ പുറത്തു വരുവാൻ വേണ്ടി പോകുന്നു. നീ കടന്നു പോകുന്നതിന്റെ ഭാഗം മറ്റവൻ അനുവദിച്ചെങ്കിൽ അവനെ മെന്റൽ ഹോസ്പിറ്റൽ കയറിയേനെ, ഇല്ലെങ്കിൽ നീ ആത്മഹത്യ ചെയ്തേനെ. എന്നാൽ യേശുവിന്റെ നാമത്തിൽ പൊന്നിന് ഒരു സ്തോത്രം മൂശയുണ്ട്, അതേ പൊന്നിന് ഒരു സ്തോത്രം അഗ്നി ശോധനയുണ്ട്. അടുത്തിരിക്കുന്നത് നോക്കി പറ, കർത്താവിന് എന്റെ കപ്പാസിറ്റി അറിയാം. പറ, കർത്താവിന് നിന്റെ കപ്പാസിറ്റി അറിയാം. കർത്താവിന് നിന്റെ കപ്പാസിറ്റി അറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റാർക്കും അറിയത്തില്ല, പക്ഷേ സ്തോത്രം നിന്റെ കർത്താവിന് അറിയാം. നീ എന്തൊക്കെ വന്നാലും ദൈവത്തെ വിട്ടു പോകത്തില്ല. നിന്റെ കണ്ണുനീരിങ്ങനെ ഒഴുകി അല്ല ഇറങ്ങുന്നത്, പലപ്പോഴും നിന്റെ കണ്ണുനീർ പൊട്ടിയ പൈപ്പിൽ നിന്ന് ഇങ്ങനെ തെറിച്ച് വീഴുന്നത് പോലെയുള്ള ശോധനകൾ വന്നാലും നീ പറയും യേശു നല്ലവൻ തന്നെയാണ്. നീ ബൈബിൾ താഴെ വെക്കത്തില്ല, നിന്റെ പ്രാർത്ഥന നിന്നു പോകത്തില്ല, നിന്റെ ആരാധന നിന്നു പോകത്തില്ല, ദൈവ സ്നേഹത്തിൽ നീ തകർന്നു പോകത്തില്ല. എത്രത്തോളം തീച്ചുളയിലൂടെ പോകുന്നു അത്രത്തോളം നീ തിളക്കത്തോടെ പുറത്തു വരികയാണ്. ദൈവരാജ്യമെന്ന ക്രിസന്റത്തിൽ, ക്രൈസ്റ്റ് കിങ്ഡത്തിൽ, ദൈവരാജ്യത്തിൽ ആരെങ്കിലും തിളങ്ങുന്നെങ്കിൽ അവരെ MTH കൊണ്ടോ PhD കൊണ്ടോ അല്ല, ഇന്നലകളിൽ ഏതോ തീച്ചുളകളിലൂടെ അവിടെ കടന്നു വന്നു. ആ തീച്ചുളകളാണ് അവിടെ തിന്മകളെ മാറ്റി അവർ തിളക്കമുള്ളവർ ആക്കി തീർക്കുന്നത്. സ്തോത്രം. അതേ, ഞാൻ ഏറ്റവും കുറച്ച് കയറിയിട്ടുള്ളതായ കടയാണ് സ്വർണ്ണക്കട. എല്ലാ പെന്റക്കോസ്റ്റുകാരും ഒന്ന് റിലാക്സ് ആകട്ടെ, അതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. കാരണം സ്വർണം എന്ന് പറയുമ്പോൾ അത് ചിലപ്പോ പെന്റക്കോസ്റ്റുകാർ ഇവൻ എന്നാ പിന്മാറ്റത്തിൽ പോയോ എന്ന് ചിന്തിക്കുന്നെങ്കിൽ റിയലി സോറി. ഏറ്റവും വളരെ കുറച്ച് വന്നു, മാക്സിമം 2 പ്രാവശ്യം ഞാൻ കയറിയിട്ടുള്ളതായ സ്തോത്രം അതേ കടയാണ് സ്വർണ്ണക്കട. പക്ഷെ അവിടെയും ക്യാരറ്റ് ഉണ്ട് കേട്ടോ. മറ്റേ വെജിറ്റബിൾ കടയിൽ മാത്രമല്ല ക്യാരറ്റ് ഉള്ളത്, ഇവിടെയും ക്യാരറ്റ് ഉണ്ട്. എന്താ ഈ ക്യാരറ്റ്? സ്തോത്രം. 10 ക്യാരറ്റ് ഗോൾഡ് എങ്കിൽ 41.7% അതിൽ ഗോൾഡ് ഉള്ളൂ, സ്വർണ്ണമുള്ളൂ. 41.7. സ്തോത്രം. അത് ആഭരണം ഇടാത്തവർ ഇടാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ എഴുതി കൊടുത്തോ, വേറെ ഒന്നും എഴുതണ്ടല്ലോ. സ്തോത്രം. അതെ, 12% ക്യാരറ്റ് എങ്കിൽ 50% ഗോൾഡ്. സ്തോത്രം. 14% ക്യാരറ്റ് എങ്കിൽ 58.3% ഗോൾഡ്. 18% അതേ ക്യാരറ്റ് എങ്കിൽ
75% ഗോൾഡ്. 22% ഗോൾഡെങ്കിൽ 91.7 91.7% ഗോൾഡ്. കമാൺ, ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ജീവിതത്തിന്റെ തീച്ചൂള വർദ്ധിക്കുന്നവർ കേൾക്കട്ടെ. 24 കാരറ്റ് ഗോൾഡ് കാണണമെങ്കിൽ, 24 കാരറ്റ് ഗോൾഡ് ഉണ്ടെങ്കിൽ അത് 100% അത് പ്യുവർ ഗോൾഡ് ആയിരിക്കും. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ നോക്കി പറ, എന്റെ ക്യാരറ്റ് വർദ്ധിക്കണം. പെട്ടെന്ന് പറഞ്ഞാട്ടെ, എന്റെ ക്യാരറ്റ് വർദ്ധിക്കണം, എന്റെ ക്യാരറ്റ് വർദ്ധിക്കണം. കാരണം ഈ ക്യാരറ്റ് കുറയ്ക്കാൻ, ഈ ക്യാരറ്റ് ഇതിന്റെ മാറ്റ് കുറയ്ക്കാൻ, അതാണ് മലയാളം, അതിന്റെ മാറ്റ് കുറയ്ക്കാൻ കുറച്ച് നിക്കലും കുറച്ച് അലോയും കുറച്ച് കോപ്പറും കുറച്ച് സിൽവറും ഒക്കെ ഇങ്ങനെ ലോകം എന്നിൽ ആഡ് ചെയ്യുമ്പോൾ, അപ്പനിട്ട നിക്കല്, അമ്മയിട്ട കോപ്പർ, സ്കൂള് തന്ന സ്തോത്രമാതെ അലോയ്, സമൂഹം തന്ന സിൽവർ, സ്തോത്രമാതെ മനുഷ്യൻ തന്നതായ സകല ഇംപ്യൂരിറ്റിയും യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം എരിഞ്ഞു മാറി. ആ പാസ്റ്ററും ഈ പ്രവാചകനും തന്ന ആ ഇംപ്യൂരിറ്റി എരിഞ്ഞു മാറി. ആ ദൈവദാസനും ഈ കപടവിശ്വാസിയും തന്ന അശുദ്ധികൾ എരിഞ്ഞു മാറി. ആ പിന്മാറ്റക്കാരനും ഈ പാപിയും തന്നതായ നിക്കലും അലോയും കോപ്പറും സിൽവറും എരിഞ്ഞു മാറി. എന്റെ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച്, ബൈബിളിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച്, സ്വർഗത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് 24 കാരറ്റ് ഗോൾഡ് ആയി തീരുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ സർഫിലല്ല എന്നെ കുതിർത്തു വെക്കുന്നത്, അവൻ ഫ്രിഡ്ജിലല്ല എന്നെ അടച്ചു വെക്കുന്നത്. അവൻ ജീവിതത്തിന്റെ ചില തീച്ചൂളകളുടെ എന്നെ ഇതാ കടത്തി വിടാറുണ്ട്. ലോകമയം എന്നിൽ നിന്ന് മാറ്റുവാൻ, ലോക സ്നേഹം എന്നിൽ നിന്ന് മാറ്റുവാൻ, ദൈവത്തിന് ഹിതമില്ലാത്ത ലോകമണ്ഡലങ്ങൾ എന്നിൽ നിന്ന് എരിച്ചു മാറ്റുവാൻ, ജഡമയം പാപ സ്വഭാവം എന്നിൽ നിന്ന് മാറ്റുവാൻ, എന്റെ അകത്തുള്ളതായ കയ്പും പകയും മാറ്റുവാൻ, എന്റെ അകത്തുള്ളതായ മത്സര സ്വഭാവം മാറ്റുവാൻ, എന്റെ നിന്റെ അകത്ത് കിടക്കുന്നതായ ജാരസംഘം മാറ്റുവാൻ, ജഡത്തിന്റെ പ്രവർത്തികൾ മാറ്റുവാൻ, ഞാൻ വീണ്ടും പറഞ്ഞു, ജഡത്തിന്റെ പ്രവർത്തികൾ മാറ്റുവാൻ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ജഡത്തിന്റെ പ്രവർത്തികൾ മാറ്റുവാൻ, ഈ പുസ്തകത്തിൽ ഇല്ലാത്തതായ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിനെ കുറയ്ക്കുന്നതായ ജഡത്തിന്റെ പ്രവർത്തികൾ നിന്നിൽ നിന്ന് എടുത്തു മാറ്റുവാൻ, പാസ്റ്ററുടെ സ്റ്റാൻഡേർഡിലല്ല, നിനക്ക് ഇഷ്ടപ്പെട്ട സൂപ്പർ സ്റ്റാർ പ്രീച്ചറിന്റെ സ്റ്റാൻഡേർഡ് അല്ല, രാജാതി രാജാവായ ഷാരോളിന്റെ പരിധി പുഷ്പമായ സഭയുടെ നാഥനായ വലിയ ഇടയനാകുന്ന യേശു കർത്താവിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് മാറുവാൻ അവൻ പല സമയത്ത് ചില തീച്ചൂളകളിലൂടെ അവൻ നിന്നെ കടത്തി വിടാറുണ്ട്. അശുദ്ധി എല്ലാം മാറട്ടെ, ഞാൻ തിളങ്ങുന്ന മൂത്തായി തീരട്ടെ. പാടാൻ എളുപ്പം. അശുദ്ധി എല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മൂത്താകട്ടെ. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞോട്ടെ, നമ്മുടെ ക്യാരറ്റ് വർദ്ധിക്കണം. വേടാ, നമ്മുടെ ക്യാരറ്റ് വർദ്ധിക്കണം. സാമ്പാറിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ ക്യാരറ്റ് വർദ്ധിക്കണം, നമ്മുടെ മാറ്റ് കൂടണം, നമ്മുടെ മാറ്റ് കൂടണം. ഇൻ ജീസസ് നെയിം. ഈ ഞായറാഴ്ച നിന്റെ മാറ്റ് കൂറിയേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ ലൈഫ് വേസ്റ്റ് ആണ്. യേശുവിന്റെ നാമത്തിൽ ഒരേ ഒരു ജീവിതം അത് വേസ്റ്റ് ആക്കുവാൻ, അത് നിക്കലിനും അലോയ്ക്കും കോപ്പറിനും സിൽവറിനും ഇട്ട് എന്റെ മാറ്റ് കുറയ്ക്കാൻ സ്തോത്രം ഞാൻ ആഗ്രഹിക്കുന്നില്ല. പകരം വിളിച്ചു പറഞ്ഞാട്ടെ, നിങ്ങൾ ഒത്തിരി വിശ്വാസിയെ കണ്ടിരിക്കും, ആ കൂട്ടത്തിലല്ല ഞാൻ. നിങ്ങൾ ഒത്തിരി പ്രീച്ചേഴ്സിനെ കണ്ടിരിക്കും, ആ കൂട്ടത്തിലല്ല ഞാൻ. ഒത്തിരി പിന്മാറ്റക്കാരെ ഞാൻ നിങ്ങൾ കണ്ടിരിക്കും, ആ കൂട്ടത്തിലല്ല ഞാൻ. അവന്റെ സ്കെയിലിൽ എന്നെ അളക്കരുത്. ദൈവജനമേ, അവന്റെ സ്കെയിലിൽ എന്നെ അളക്കരുത്. ഇൻ ജീസസ് നെയിം. ഇതാള് വേറെയാണ്. ഞാൻ വന്നത് സെമിനാരിയിൽ നിന്നല്ല, ഞാൻ വന്നത് ബൈബിൾ സ്കൂളിൽ നിന്നല്ല, ഞാൻ വന്നത് ഏതോ പാരമ്പര്യത്തിൽ നിന്നല്ല, ഞാൻ വന്നത് തീച്ചൂളയിൽ നിന്നാണ്. ഇന്ന് പകൽക്കാലം തിളങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ രണ്ട് കരങ്ങൾ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്. ഇവിടെ 3 പയ്യന്മാർ നിൽക്കുകയാണ്, 3 പയ്യന്മാർ. ഹല്ലേലൂയ. ഏത് പ്രായത്തിൽപ്പെട്ടവരെ ഉപയോഗിക്കുന്നവനാണ് ദൈവം. സ്തോത്രം. ഈ പയ്യന്മാർ ചിലര് ഇങ്ങനെ മുതുക്കന്മാരെ കുറ്റം പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ മുതുക്കന്മാരെയും, അതായത് വയസ്സന്മാരെയും ദൈവം ഉപയോഗിച്ചു, പയ്യന്മാരെയും ദൈവം ഉപയോഗിച്ചു. 75-ാമത്തെ വയസ്സിലാണ് അബ്രാമിനെ ദൈവം തിരഞ്ഞെടുത്ത് വിശ്വാസികൾ പിതാവ് എന്ന ഹൈവേയിലേക്ക് അവനെ കയറ്റി നിർത്തിയത്. 80-ാമത്തെ വയസ്സിലാണ് മോശയുടെ ശുശ്രൂഷ
ആരംഭിച്ചത്. സ്തോത്രം. വൃദ്ധന്മാരെ ദൈവം ഇന്നും ഉപയോഗിക്കുന്നു, വൃദ്ധന്മാരെ ഇന്നും ഉപയോഗിക്കുന്നു. എന്നാൽ യോസെഫിനോട് ചോദിച്ചാൽ, ശമൂവേലിനോട് ചോദിച്ചാൽ, ദാനിയേലിനോട് ചോദിച്ചാൽ അവർ പറയും, സ്തോത്രം, അതെ, ഞങ്ങൾ പയ്യന്മാരായിരുന്നപ്പോഴേ ദൈവത്തിന്റെ കൃപയാൽ ദൈവം ഞങ്ങളെ ഉപയോഗിച്ചു തുടങ്ങി. ഞാൻ വളരെ താഴ്മയോടെ പറയട്ടെ, കൊളസ്ട്രോളും പ്രഷറും ബിപിയും ഒക്കെ വന്നതിന് ശേഷം ഇനി സ്നാനപ്പെട്ടേക്കാം എന്ന് പറയുന്നതിനേക്കാൾ നല്ല പ്രായത്തിലെ കർത്താവിനെ അറിവാൻ, അവനെ സ്നേഹിപ്പാൻ, അവനെ സേവിപ്പാൻ ദൈവം നൽകിയതായ നല്ല സമയത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, സമയം കളയല്ല, സമയം കളയല്ല, സമയം കളയല്ല. 55 ഇയേഴ്സ് കേരള സ്റ്റേറ്റ് ഗവൺമെന്റിനും സെൻട്രൽ ഗവൺമെന്റിനും 58 ഒക്കെ കൊടുത്തിട്ട് പിന്നെയല്ല രാജാവിനെ സേവിക്കേണ്ടത്. യൗവന രക്തം കർത്താവ് ക്രൂശിന്മേൽ നിനക്ക് വേണ്ടി ഒരുക്കിയെങ്കിൽ നിന്റെ നല്ല പ്രായം കർത്താവിന് വേണ്ടി ആയിരിക്കട്ടെ. ഇവിടെ ഇതാ സ്തോത്രം 3 പയ്യന്മാരെ ദൈവമായ കർത്താവ് സ്തോത്രം അതെ ഒരു ടെസ്റ്റിലൂടെ കടത്തിവിടുവാൻ അനുവാദം കൊടുക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ദൈവം അനുവദിച്ചിട്ട് മാത്രമേ സംഭവിക്കത്തുള്ളൂ. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, അറിയാതെ ഒന്നും ദൈവം അറിയാതെ ഒന്നും നിന്റെ ജീവിതത്തിൽ സംഭവിക്കയില്ല. ദൈവം അറിഞ്ഞിട്ടും അനുവദിച്ചിട്ടും മാത്രമേ എന്തെങ്കിലും സംഭവിക്കത്തുള്ളൂ. വീണ്ടും ഒരിക്കൽ കൂടെ, ദൈവം അറിഞ്ഞിട്ടും ദൈവം അനുവദിച്ചിട്ടും മാത്രമേ എന്തെങ്കിലും നിന്റെ ജീവിതത്തിൽ സംഭവിക്കത്തുള്ളൂ. കാരണം നിന്റെ തലയിലെ രോമങ്ങളെ പോലും എണ്ണി അറിഞ്ഞിരിക്കുന്ന ദൈവം അറിഞ്ഞിട്ടും അനുവദിച്ചിട്ടും മാത്രമേ എന്തെങ്കിലും നിന്റെ ജീവിതത്തിൽ സംഭവിക്കത്തുള്ളൂ. ആ സംഭവിക്കുന്നത് ഒന്നും തിന്മയ്ക്കായിട്ടല്ല സംഭവിക്കുന്നത്, സകലതും, ബാക്കി പറ, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. സ്തോത്രം. ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നെബൂഖദ്നേസർ എന്ന മഹാനായ രാജാവ് ഒരു നാഷണൽ ഹോളിഡേ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവന്റെ രാജ്യത്തുള്ള പ്രമുഖരും പ്രജകളും ഒരുമിച്ച് ചേർന്നിരിക്കുന്ന ഒരു നാഷണൽ ഹോളിഡേ എന്ന് പറഞ്ഞാൽ റിപ്പബ്ലിക് ഡേക്ക് ന്യൂഡൽഹിയിൽ നമ്മുടെ എംപിമാരും മന്ത്രിമാരും പ്രസിഡന്റും ഒരുമിച്ച് ചേരുന്നത് പോലെ സ്തോത്രം അതെ സ്വാതന്ത്ര്യ ദിനത്തിന് പ്രധാനമന്ത്രിയും മന്ത്രിമാരും എംപിമാരും സ്തോത്രം പൊതുജനവും ഒരുമിച്ച് ചേരുന്നത് പോലെ ഒരു നാഷണൽ ഹോളിഡേ അവിടെ ഇതാ സ്തോത്രം പ്രഖ്യാപിച്ചിട്ട് വലിയൊരു ബിംബത്തെ അവിടെ ഉണ്ടാക്കിയിരിക്കുന്നതായി വേദപുസ്തകം പറയുന്നു. 1-2 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ പുസ്തകം പറയുകയാണ്. സ്തോത്രം. ദാനിയേലിന്റെ പുസ്തകം 1-2 വാക്യങ്ങൾ വായിക്കുന്നതായ സമയത്ത് സ്തോത്രം അതെ നെബൂഖദ്നേസർ രാജാവ് പൊന്നുകൊണ്ട് ഒരു ബിംബമുണ്ടാക്കി. അതിന്റെ ഉയരം 60 മുഴവും വണ്ണം 6 മുഴവും ആയിരുന്നു. കണ്ട 6 നോക്ക്, 60 മുഴം, 6 മുഴം. സ്തോത്രം. അതിൽ 2 എണ്ണത്തിൽ തന്നെ ആ ഒറ്റ വാക്യത്തിൽ തന്നെ ഒരു 6ന്റെ ലക്ഷണം, ഒരു 6ന്റെ സ്തോത്രം സാന്നിധ്യം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. തുടർന്ന് നിങ്ങൾ വായിക്കുമ്പോൾ 6 മ്യൂസിക് ഇൻസ്ട്രുമെന്റ്, 6 സംഗീത ഉപകരണങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോഴാണ് ഇവർ വീണ് നമസ്കരിക്കണമെന്ന് നെബൂഖദ്നേസർ രാജാവ് പറഞ്ഞത്. കൊറോണ കാലത്ത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഉറങ്ങിയിരുന്ന ആരാണ്ട് ഞെട്ടി കണ്ണ് തുറന്നു. ഇതാണ് ഞങ്ങൾ വാക്സിൻ എടുക്കാത്തത്. 666 സ്തോത്രം അതെ 60 മുഴം ഉയരം. സ്തോത്രം അതെ 6 മുഴം വീതി, 6 മ്യൂസിക് ഇൻസ്ട്രുമെന്റ്. സ്തോത്രം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അതാണ് ബാബേലിന്റെ പ്രത്യേകത. നിമ്രോദിന്റെ കാലം തുടങ്ങി ബാബേലിൽ വ്യാപരിക്കുന്നതായ ദുരാത്മ മണ്ഡലമാണ് അന്തിക്രിസ്തുവിന്റെ ആത്മാവ്. അന്നേ ഉള്ളതാ റെബലിയസ് സ്പിരിറ്റ്. അത് ഉൽപ്പത്തിയിൽ തുടങ്ങിയതാണ്, അത് വെളിപ്പാട് വരെയും തുടർന്നു കൊണ്ടേയിരിക്കുന്നു. ഇറ്റ്സ് എ റെബലിയസ് സ്പിരിറ്റ്. ആർക്കും കീഴടങ്ങാത്ത ആത്മാവ്, ആരെയും അനുസരിക്കാത്ത ആത്മാവ്. ഇന്നും ആരെയോ അനുസരിക്കാത്ത ആരൊക്കെയോ എന്നെ കേൾക്കുന്നു. സൂക്ഷിച്ചോളണം, നിന്റെ പിൻപിൽ പ്രവർത്തിക്കുന്നത് ദൈവാത്മാവല്ല. നിങ്ങൾ കുലുങ്ങുമായിരിക്കും, കൊടയുമായിരിക്കും, ചാടുമായിരിക്കും, വൈബ്രേറ്റുമായിരിക്കും, വീഴുമായിരിക്കും. പക്ഷെ ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ് സ്തോത്രം അതെ അവൻ അനുസരണത്തിന്റെ ആത്മാവാണ്, അവൻ താഴ്മയുടെ ആത്മാവാണ്. സ്തോത്രം അതെ 3-6ന്റെ സമ്മേളനം നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയും. 3-6ന്റെ സമ്മേളനമായി രാജ്യം മുഴുവൻ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. രാജാവ് തീരുമാനിച്ചു, ഞാൻ ഉണ്ടാക്കിയതായ ഈ വിഗ്രഹത്തെ, ഈ നാഷണൽ ഹോളിഡേക്ക് സ്തോത്രം എന്റെ രാജ്യം വണങ്ങട്ടെ, എന്റെ രാജ്യം വണങ്ങട്ടെ, എന്റെ രാജ്യം ഈ നാഷണൽ ഹോളിഡേക്ക് സ്തോത്രം എന്റെ രാജ്യം ഈ വിഗ്രഹത്തെ, ഈ പ്രതിമയെ വണങ്ങട്ടെ. എന്നാൽ സ്വർഗത്തിലെ ദൈവം രാജാതി രാജാവ് തീരുമാനിച്ചു നെബൂഖദ്നേസറിന്റെ നാഷണൽ ഹോളിഡേ ഒരു ക്രൂസൈഡ് പ്ലാറ്റ്ഫോം ആക്കി.
ഞാൻ ഇന്ന് പകൽക്കാലമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. സ്തോത്രം. ഈ രാജ്യം മുഴുവൻ ഒരുമിച്ച് കൂടുമ്പോ, ഈ ദേശാധിപതികൾ മുഴുവൻ ഒരുമിച്ച് കൂടുമ്പോ, ഒറ്റ ദിവസം കൊണ്ട് എന്റെ ശക്തി എന്നതെന്ന് ഞാൻ തെളിയിപ്പാൻ ഈ ദിവസത്തെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. കമാൺ 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 കമാൺ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. ഇത് ദൈവം ഉണ്ടാക്കിയ ദിവസം. This is the day that the Lord has made. We will be rejoiced and be glad in it. അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞാട്ടെ, ഇത് ദൈവത്തിന്റെ ദിനം. പറ, ഇത് ദൈവത്തിന്റെ ദിനം. ഇന്ന് മാത്രമല്ല, നാളെയും പറയണം, മറ്റന്നാളും പറയണം, ഇത് ദൈവത്തിന്റെ ദിനം. രാവിലെ എഴുന്നേറ്റ് അയ്യോ എന്തൊരു വെയില്, എന്തൊരു മഴ, എന്തൊരു ലോക്ക്ഡൌൺ എന്ന് നീ ശപിച്ചല്ല തുടങ്ങേണ്ടത്. സ്മിത്ത് വിഗിൽസ്വർത്ത് എന്ന ദൈവത്തിന്റെ ദാസൻ രാവിലെ, എല്ലാ ദിവസവും രാവിലെ ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഉടനെ കിടക്കയ്ക്ക് ചുറ്റും ഓടിയിട്ട് താൻ ഇപ്രകാരം പറയും, ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ പ്രഭാത വന്ദന. എന്നിട്ട് അദ്ദേഹം പറയും, ഇത് ദൈവത്തിന്റെ ദിനമാണ്, ഇത് അഭിഷേകത്തിന്റെ ദിനമാണ്. നമുക്കും പറയണം, ഇത് അഭിഷേകത്തിന്റെ ദിനമാണ്, ഇത് വിടുതലിന്റെ ദിനമാണ്, ഇത് കൃപയുടെ ദിനമാണ്, ഇത് ശത്രു പരാജയപ്പെടുന്ന ദിനമാണ്, അവന്റെ കെണികൾ മുഴുവൻ തകർന്നു മാറുന്ന ദിനമാണ്. ഇത് യേശു എനിക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ദിനമാണ്. ദൂതന്മാരുടെ ശുശ്രൂഷ ഞാൻ ഏറ്റെടുക്കുന്ന ദിനമാണ്, ഞാൻ സൗഖ്യമാകുന്ന ദിനമാണ്, എന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന ദിനമാണ്. ഒരു ദിനവും വീട്ടുകൊടുക്കല്. വിളിച്ചു പറയണം, സ്തോത്രം, ഇത് ദൈവത്തിന്റെ ദിവസമാണ്. എത്ര വലിയ പ്രതിമ ഉണ്ടാക്കിയെങ്കിലും, ഏത് രാജാവ് പറഞ്ഞെങ്കിലും, എത്ര സജ്ജീകരണങ്ങൾ അവർ ഉണ്ടാക്കിയെങ്കിലും, അവർ തിന്മയ്ക്കായി ഉണ്ടാക്കിയത് നിനക്ക് നന്മയ്ക്കായി തീർക്കുവാൻ കഴിവുള്ള ദൈവം. ഒരിക്കൽ കൂടെ, അവർ തിന്മയ്ക്കായി ചെയ്തത് നിനക്ക് നന്മയ്ക്കായി ചെയ്യുവാൻ കഴിവുള്ളവനായ ദൈവം. വീണ്ടും വീണ്ടും, അവർ തിന്മയ്ക്കായി ചെയ്തത് നിനക്ക് നന്മയ്ക്കായി തീർപ്പാൻ കഴിവുള്ളവനായ ദൈവം. മൂന്ന് പേർ അവരിതാ നിൽക്കുകയാണ്. ഞാൻ ധ്യാനിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത്, അവർ ചുമ്മാ നിൽക്കുകയല്ല, അവർ മഹിമ കണ്ട ശക്തിയേറിയ സാക്ഷികളായി നിൽക്കുകയാണ്. സാക്ഷികളായി നിൽക്കുകയാണ്. ഇത് അനുകൂലമായ കാലാവസ്ഥയല്ല സഹോദരങ്ങളെ, സഭയ്ക്ക് അനുകൂലമായ ക്ലൈമറ്റ് അല്ല ഇത്, സുവിശേഷ വേലയ്ക്ക് അനുകൂലമായ ക്ലൈമറ്റ് അല്ല. സ്തോത്രം. കൊറോണ വന്നതോടെ പിശാചും മനുഷ്യനും അധികാരികളും കൂടെ ഇങ്ങനെ പറഞ്ഞു, വാ മൂടിക്കട്ടെ, ഇരിക്കെ. സ്തോത്രം. അതെ, പുറത്തിറങ്ങല്. എന്നാൽ കർത്താവ് പറഞ്ഞത്, വാ മൂടിക്കട്ടെ, ഇരിക്കെ, അകത്തിരിക്കെന്നല്ല. കർത്താവ് പറഞ്ഞത്, ye shall receive my power. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ കടന്നു വരും. നിങ്ങൾ ശക്തി ലഭിച്ച ശേഷം യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികൾ ആകും. യേശുവിന്റെ നാമത്തിൽ പിശാച് മൂടിക്കെട്ടിയ സകലതും ഇന്ന് പകൽക്കാലം അധികാരമുള്ള യേശുവിൻ നാമത്തിൽ തുറന്നു വരട്ടെ. സഭ ഇരിക്കുന്നതല്ല, സഭ ശക്തിയോടെ എഴുന്നേൽക്കുന്നതത്രേ. സഭ ഇരിക്കേണ്ടതല്ല, സഭ ശക്തിയോടെ എഴുന്നേൽക്കേണ്ടതാണ്. സഭ ഓടേണ്ടതാണ്, സഭ കൊയ്യേണ്ടതാണ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്. എന്നാൽ പുസ്തകം പറയുന്നു, ഈ ജനത്തിന്റെ ഐഡന്റിറ്റിയെ തന്നെ അടിവേര് തകർത്ത് പിശാച് മാറ്റുകയാണ്. സഭയുടെ ഐഡന്റിറ്റി മാറ്റുവാൻ ശത്രു അങ്ങേയറ്റം ശ്രമിക്കുന്ന ദിവസങ്ങളാണിത്. സ്തോത്രം. അതെ, വിശ്വസിക്കുന്നവരിൽ ഈ അടയാളങ്ങൾ നടക്കുക. അവർ കൈ വച്ചാൽ രോഗികൾ സൗഖ്യമാകുക. എന്നാൽ ചെകുത്താൻ പറഞ്ഞ് അങ്ങനെയെങ്കിൽ കൈ വെക്കണ്ട. സ്തോത്രം. അതെ, അങ്ങ് വീട്ടിനകത്ത് അടച്ചിരുന്നാൽ മതി, പന്ന പിശാച്. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഫേസ്ബുക്ക് ആകട്ടെ, യൂട്യൂബ് ആകട്ടെ, ഈ ശബ്ദം കേൾക്കുന്ന ഇടത്ത് തന്നെ ഞാൻ കൈവച്ചില്ലെങ്കിലും ആണിപ്പടുത്തുള്ള മറ്റൊരു കരം ഇന്ന് പകൽക്കാലം ഈ ജനത്തെ തുടർന്നുണ്ട്. ഈ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സ്തോത്രം. അതെ, ദൈവജനത്തിന്റെ ഐഡന്റിറ്റി മാറ്റി പിശാച് അവരെ മാറ്റി നിർത്തുകയാണ്. 1:7 നിങ്ങൾ വായിക്കുമ്പോൾ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, അതവർ മനുഷ്യനിട്ട പേരാണ്. മനുഷ്യൻ അവരെ ഇട്ട പേരാണ്. മനുഷ്യൻ പറയുന്ന അഭിപ്രായമാണ് പലരും കേൾക്കുന്നത്. ആ അമ്മാമ പറയുന്നത്, ഈ ന്യൂസ് ഏജന്റ് കേൾക്കുന്നത്, അതാണ് പലപ്പോഴും കച്ചടത്തപ്പാ എന്ന് നമ്മൾ പറയുന്നത്. Stop it in Jesus name. പരിശുദ്ധാത്മാവ് പറയുന്നത് പറ, മനുഷ്യൻ പറയുന്നതല്ല, അപവാദമല്ല നീ ആവർത്തിച്ച് കേൾക്കേണ്ടത്, ആവർത്തിച്ച് പറയേണ്ടത്. പരിശുദ്ധ
പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്ക്. സ്തോത്രം. അവരെ 3 പേരുടെ പേര് ശദ്രക്ക്, മേശക, അബേദ്നെഗോ എന്നാണ്. സ്തോത്രം. നമുക്ക് പരിചയമുള്ള പേര്. കാരണം മനുഷ്യൻ പറയുന്നതാണ് കൂടുതൽ കേട്ട് നമുക്ക് പരിചയമുള്ളത്. പുള്ളി അങ്ങനെ ആകട്ടോ, അതിങ്ങനെ ആകട്ടോ എന്ന് മനുഷ്യൻ പറയുന്നതാ നീ കേട്ട് വിശ്വസിക്കുന്നത്. സ്തോത്രം. എന്നാൽ നോക്കെ അവന്റെ ഒറിജിനൽ പേര് അങ്ങനെയല്ല. ഹന്യാവ് എന്നാണ്. സ്തോത്രം. ശദ്രക്കിന്റെ പേര് 1:7. സ്തോത്രം. മേശക്കിന്റെ പേര് മിശേൽ എന്നാണ്. മേശക്കിന്റെ പേര്. അബേദ്നെഗോവിന്റെ പേര് അസര്യാവ് എന്നാണ്. അബേദ്നെഗോവിന്റെ പേര്. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, പേര് മാറ്റല്ല. പെട്ടെന്ന് പറഞ്ഞാട്ടെ, പേര് മാറ്റല്ല. ചിലരുടെ പേര് അബ്രഹാം എന്നൊക്കെ ആയിരിക്കും, പക്ഷെ അവന്റെ ഒറിജിനൽ പേര് കൃഷ്ണൻകുട്ടി എന്നായിരിക്കും. സ്തോത്രം. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള. എന്തിനാ നിങ്ങൾ ചിരിക്കുന്ന? ഉള്ള കാര്യം പറയുമ്പോൾ കമാൻ ഹല്ലേലൂയ. ഈ ഹാളിൽ വന്നിട്ടുണ്ട് അങ്ങനെയുള്ളവര്. സ്തോത്രം. അതെ, ചിലരൊക്കെ ഇങ്ങനെ പേര് മാറ്റി ഗ്ലാമർ കൂട്ടാറുണ്ട്. സ്തോത്രം. അതെ, കൃഷ്ണൻകുട്ടിയെ എന്ന് വിളിച്ചാൽ അവൻ തിരിഞ്ഞു നോക്കി എന്തോ എന്ന്. സ്തോത്രം. സോ എന്നതുപോലെ ഇതാ ജാതികൾ പേര് മാറ്റി സ്തോത്രം ഇവനെ നിർത്തിയിരിക്കുകയാണ്. സ്തോത്രം. മേശക്ക്, അബേദ്നെഗോ എന്ന് ജാതികൾ ഇട്ട പേരാണ്. പക്ഷെ അവന്റെ ഒറിജിനൽ പേര് ഹനന്യാവ്. ഹനന്യാവ് എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ദാനം. പിശാചിന് ഇഷ്ടമല്ല ഗിഫ്റ്റ്. പിശാചിന് ഇഷ്ടമല്ല. സാത്താൻ ഇഷ്ടമില്ലാത്തതാണ് ഗിഫ്റ്റ്. വേണമെങ്കിൽ 7 പോയിന്റ് തള്ളിക്കോ, വേണമെങ്കിൽ 5 പോയിന്റ് തള്ളിക്കോ. സ്തോത്രം. ഗിഫ്റ്റ് പിശാചിന് ഇഷ്ടമല്ല. സാത്താന് വരങ്ങൾ ഇഷ്ടമല്ല. സാത്താനെ ടീച്ചിങ് മതി. ശാന്തമായി ദൈവത്തിന്റെ വചനം ശാന്തമായി യേശുവിന്റെ നാമത്തിൽ. ആരോടാ പറഞ്ഞ? 70% എന്റെ കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയിൽ 70% വരങ്ങളാണ് വെളിപ്പെട്ടത്. യേശുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ 70% വരങ്ങളാണ് വെളിപ്പെട്ടത്. ബാക്കി 30% ആണ് വചനം വെളിപ്പെട്ടത്. അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞാട്ടെ, നമുക്ക് കൾട്ടി പോകണ്ട, സഭയിൽ പോയാൽ മതി. പെട്ടെന്ന് പറഞ്ഞാട്ടെ, കൾട്ടി പോകണ്ട, സഭയിൽ പോയാൽ മതി. കൾട്ട് വേണ്ടെന്ന്. കൾട്ട് വചനം മാത്രം. അവിടെ വചനം മാത്രമേ ഉള്ളൂ. എന്റെ പേര് സഭയല്ല, എന്റെ പേര് കൾട്ടാണ്. എന്നാൽ സഭയിൽ വരുമ്പോൾ അവിടെ വചനവുമുണ്ട്, അവിടെ വരവുമുണ്ട്. ദൈവത്തിന്റെ സഭയിൽ വരുമ്പോൾ അവിടെ വചനവുമുണ്ട്, അവിടെ വരവുമുണ്ട്. സ്തോത്രം. അതെ, ഹനന്യാവ് എന്ന് പറഞ്ഞാൽ ശദ്രക്കിന്റെ ഒറിജിനൽ പേര് ഹനന്യാവ് എന്ന് പറഞ്ഞാൽ ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ദാനം. മിശായേൽ. സ്തോത്രം. അതായത് മേശക്കിന്റെ പേര് മിശായേൽ എന്നാണ്. മിശായേൽ എന്ന പദത്തിന് അർത്ഥം എന്റെ ദൈവത്തെ പോൽ ആരുള്ളൂ. ഹൂ ഈസ് ലൈക്ക് ഗാഡ്. എന്റെ ദൈവത്തെ പോൽ ആരുള്ളൂ. എന്റെ ദൈവത്തെ പോൽ ആരുള്ളൂ. സ്തോത്രം. എല്ലാവർക്കും ദൈവമുണ്ട്, എനിക്കും ദൈവമുണ്ട്. എല്ലാവർക്കും ദൈവമുണ്ട്, എനിക്കും ദൈവമുണ്ട്. സ്തോത്രം. അതെ, മോട്ടിക്കാൻ കയറുന്ന കള്ളനും പറയും കർത്താവേ, അല്ലെങ്കിൽ ദൈവമേ എന്നെ ആരും കാണല്ലേ, എന്നെ പോലീസ് പിടിക്കല്ലേ. കള്ളനും ദൈവമുണ്ട്, കൊള്ളക്കാരനും ദൈവമുണ്ട്, നിനക്കും ദൈവമുണ്ടെങ്കിൽ സംതിങ് റോങ്. സ്തോത്രം. എന്നാൽ അവന്റെ ദൈവമല്ല നിന്റെ ദൈവം സർവശക്തനാണ്. നിന്റെ ദൈവം സർവവ്യാപിയാണ്. നിന്റെ ദൈവത്തെ അതെ നീ ചുമക്കുകയല്ല, നിന്റെ ദൈവം നിന്നെ ചുമക്കുകയാണ്. ഓ, നിന്റെ ദൈവം സകല സ്തുതിക്കും ആരാധനയ്ക്കും യോഗ്യനാണ്. നിന്റെ ദൈവത്തെ ആരാണ്ട് സൃഷ്ടിച്ചതല്ല. ഈ കാണുന്നതും കാണാക്കൂടാത്തതുമായ സകലതിനെ ദൈവം സൃഷ്ടിച്ചതാണ്. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാണ്. എന്റെ ദൈവം മരിച്ചവനല്ല, എന്റെ ദൈവം മരണത്തെ പരാജയപ്പെടുത്തി അവൻ ഉയർത്തെഴുന്നേറ്റവനാണ്. എന്റെ ദൈവത്തിന് ഇനി മരിപ്പാൻ കഴിയത്തില്ല. എന്റെ കർത്താവ് ഞാൻ പോകും, ഇനി നിങ്ങൾ കാണത്തില്ല എന്ന് പറഞ്ഞവനല്ല. എന്റെ കർത്താവ് പറഞ്ഞു, ഞാൻ പോയി സ്തോത്രം നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയ ശേഷം അവൻ വീണ്ടും വരും. 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയൂ. എന്റെ ദൈവം മറ്റു ദൈവങ്ങളെ പോലെയല്ല. അർത്ഥം, എന്റെ ദൈവം മറ്റു ദൈവങ്ങളെ പോലെ അല്ലെങ്കിൽ നിന്റെ ജീവിതം മറ്റുള്ളവരെ പോലെ അല്ല, നിന്റെ ലൈഫും മറ്റുള്ളവരെ പോലെ അല്ല. എന്നാൽ ചെകുത്താൻ അത് ഇഷ്ടമല്ല. മറ്റുള്ളവരെ പോലെ നീ ജീവിക്കാനാണ് സാത്താൻ അവരെ ട്യൂൺ ചെയ്യുന്നത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ജനം പറയട്ടെ, ഞാൻ സമൂഹത്തിൽ മറ്റുള്ളവരെ പോലെയല്ല. കുട്ടികൾ പറയട്ടെ, ഞാൻ ഫ്രണ്ട്സിനെ പോലെയല്ല, ഞാൻ റിലേറ്റീവ്സിനെ പോലെയല്ല. എന്റെ വിളി മറ്റൊന്നാണ്, എന്റെ ലൈഫ് സ്റ്റൈൽ മറ്റൊന്നാണ്. കാരണം സ്തോത്രം, എന്റെ ദൈവം മറ്റു ദൈവങ്ങളെക്കാൾ വ്യത്യസ്തനാണ്. 3-ാമത്തെ പേരാണ് സ്തോത്രം
അതെ, ശത്രുക്ക് മേശയ്ക്ക് അബേദ്നെഗോ. അബേദ്നെഗോവിന്റെ ഒറിജിനൽ പേര് അസര്യാവ് എന്നാണ്. അസര്യാവ് എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ബൈ ഗാഡ്, ദൈവത്തിൽ നിന്ന് സഹായം വരും. ഹെൽപ്പ് ബൈ ഗാഡ്, ദൈവത്താലുള്ള സഹായം, ദൈവത്താലുള്ള സഹായം. സ്തോത്രം, ദൈവത്താലുള്ള സഹായം. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാണ്ട് എന്റെ സഹായം വരുന്നു. പെട്ടെന്ന് പറഞ്ഞേ, എന്റെ സഹായം വരുന്നു, എന്റെ സഹായം വരുന്നു. സ്തോത്രം, എന്റെ സഹായം വരുന്നു, നിന്റെ സഹായം വരുന്നു. കരയുന്നവരെ, കാത്തിരിക്കുന്നവരെ, നിങ്ങളുടെ സഹായം വരുന്നു. ദൈവമാണ് ദൈവത്തിന്റെ ദാനം. എന്റെ ദൈവത്തെ പോലെ ആരുമില്ല. എന്റെ ദൈവം സഹായിക്കുന്നവനാണ്. ഓ, ദൈവത്തിന്റെ ദാനം, എന്റെ ദൈവത്തെ പോലെ ആരുമില്ല. സ്തോത്രം, ദൈവത്തിന്റെ സഹായം വരുന്നു. ഇവന്മാരുടെ പേരിൽ എന്തുകൊണ്ട്? ദൈവമുണ്ട്. എന്റെ പേരിൽ SERESH അല്ല ഉള്ളത്, എന്റെ പേരിൽ ദൈവമുണ്ട്. എന്റെ പേരുമായി, അവന്റെ ഒറിജിനൽ നെയിമിൽ ദൈവം ഉള്ളത് കൊണ്ട് ശത്രു അവന്റെ ഐഡന്റിറ്റിയെ മാറ്റി, അവന്റെ പേരിനെ മാറ്റി, അവനെ സാമാന്യ ജനത്തിനെ പോലെ ആക്കി നിർത്തുവാൻ ശ്രമിച്ചു. ശ്രദ്ധിക്കാം, നിങ്ങൾ അവരെ പോലെ ആകുന്നെങ്കിൽ അവരെ നിങ്ങൾക്കൊരിക്കലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയത്തില്ല. അവരെ ടൈറ്റ് ജീൻസ് ഇട്ട്, ഞാനും ടൈറ്റ് തലങ്ങനെ കവറിടുന്ന പോലെ ഞാനും അതെ ടീഷർട്ട് ഇടട്ടെ, അവര് ജീൻസ് ഇട്ടു, ഞാനും. നോ, നിങ്ങൾക്കൊരിക്കലും മറ്റുള്ളവരെ പോലെ ആയാൽ അവരെ സ്വാധീനിപ്പാൻ കഴിയത്തില്ല. അവർ നിങ്ങളുടെ പക്ഷം ചേരണമെങ്കിൽ, അവർ നിങ്ങളുടെ പക്ഷം ചേരണമെങ്കിൽ അവർ പറയുന്ന പാട്ടിനും അവർ അടിക്കുന്ന താളത്തിനുമെല്ലാം നിങ്ങൾ തുള്ളേണ്ടത്. പകരം സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനപ്രകാരമാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. ആ വചനത്തിൽ അത്രയേ നിങ്ങൾ നിൽക്കേണ്ടത്. വേദപുസ്തകം പറയുന്നു, അവർക്ക് വേണമെങ്കിൽ ആ കൽപ്പനയെ ബൈപ്പാസ് ചെയ്യുവാൻ തക്കണം, അതിനെ പോളിഷ് അടിക്കുവാൻ. സ്തോത്രം, പല കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഓ, ശത്രുക്ക് മേശക്ക് അബേദ്നെഗോ എന്ന് പറഞ്ഞ് അവരെ പേര് മാറ്റി, അവരുടെ പ്ലേസ് മാറ്റി, അവരുടെ സ്ഥലം മാറ്റി, അവരുടെ സ്ഥലം മാറ്റി, അവരുടെ ഭാഷ മാറ്റി, അവരുടെ ഭാഷ മാറ്റി. എല്ലാം വിവരിപ്പാൻ എനിക്ക് നേരമില്ല. അവരുടെ സ്ഥലം മാറ്റി, അവരുടെ പേര് മാറ്റി, അവരുടെ ഭാഷ മാറ്റി. സ്തോത്രം, അവരുടെ കൾച്ചർ മാറ്റി. അതിനർത്ഥം അവരുടെ വസ്ത്രവിധാനം, അവിടെ സ്തോത്രം, അവിടെ കൾച്ചർ മാറ്റി. പോരെങ്കിൽ അവരുടെ ആരാധനയെ മാറ്റുവാൻ ഇപ്പോൾ ശ്രമിക്കുകയാണ്. അവരുടെ ആരാധനയെ മാറ്റുകയാണ്. എത്ര ഇന്ത്യക്കാർക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്നത്? ഹല്ലേലൂയ. കൂടണ്ട, അതേ ചേർന്ന് വരണ്ട. ചന്തേ കൂടാം, സ്തോത്രം, ബാങ്കിൽ കൂടാം, വെള്ളമടിക്കുന്ന മറ്റേ പാർട്ടിക്ക് കൂടാം, സ്തോത്രം, അവിടെ ക്യൂ ആയി നിൽക്കാം. പക്ഷെ ഇതിൽ മാത്രം കൂടല്ല. സാത്താൻ കള്ളനാണ്. ഇന്ന് പകൽക്കാലം കള്ളനെ പിടിച്ചേ, കള്ളനെ പിടിച്ചേ, കള്ളനെ പിടിച്ചേ. യേശുവിന്റെ നാമത്തിൽ ഈ ദൂത് കടന്നു പോകുന്ന സകല സ്ഥാനങ്ങളിലും പിശാചിന്റെ സകല അജണ്ടകൾ യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. അത് സെക്രട്ടേറിയറ്റ് ആണോ, മന്ദിരങ്ങളാണോ, കുടിലുകളാണോ, ഐ വോണ്ട് കെയർ. യേശുവിന്റെ നാമത്തിൽ സാത്താന്റെ ആലോചനകൾ തകരട്ടെ, അവന്റെ കൂടുകൾ പൊളിയട്ടെ. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. അവിടെ പ്ലേസ് മാറ്റുകയാണ്, അവിടെ കൾച്ചർ മാറ്റുകയാണ്, അവിടെ ഭാഷ മാറ്റുകയാണ്, അവിടെ ആഹാരം മാറ്റുകയാണ്, അവസാനം അവിടെ ആരാധന മാറ്റുകയാണ്. എന്നാൽ ഒഴുക്കനുസരിച്ച് ഭാഷ മാറ്റിക്കോ, കൾച്ചർ മാറ്റിക്കോ, ആഹാരം മാറ്റിക്കോ, സ്ഥലം മാറ്റിക്കോ എന്ന് പറഞ്ഞ് ആ ഒഴുക്കിനനുസരിച്ച് മുന്നോട്ട് പോകുന്നവർ അല്ല ക്രിസ്ത്യാനി, അവരല്ല ദൈവമക്കൾ. ഒഴുക്കിന് എതിരെ നീന്തുന്നവരാണ് ജീവനുള്ള ക്രിസ്ത്യാനി. ഒഴുക്കിന് എതിരെ നിൽക്കുവാൻ അവിടെ 3 പേരുണ്ടായിരുന്നു, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ. ചില മന്ദബുദ്ധികൾ അവരോട് ഇപ്രകാരം പറയുമായിരിക്കും, സ്തോത്രം, നമ്മുടെ സ്ഥലമല്ല കേട്ടോ, ഇത് കുമ്മനാടും, ഇത് കൊയിലാണ്ടിയും, ഇത് മുളക്കഴിയും, ഇത് പുനലൂരും ഒന്നല്ല, ഇത് അമേരിക്കയുടെ പ്രദേശത്താ, അല്ല ഇത് ലണ്ടൻ ജംഗ്ഷനിലാണ് നമ്മൾ നിൽക്കുന്നത്, ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കത്തുള്ളൂ. എടാ മന്ദബുദ്ധി, ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്റെ അപ്പച്ചൻ ലോക്കലല്ല, എന്റെ അപ്പച്ചൻ ലോക്കലല്ല. എന്റെ കർത്താവ് സ്വർഗം അവന്റെ സിംഹാസനം, ഭൂമി അവന്റെ പാദവീട്. നീ ഭൂമിയുടെ ഏതറ്റത്ത് ചെന്ന് പാർത്താലും എന്റെ ദൈവം അവിടെ ഉള്ളത് കൊണ്ട് ഈ പ്രമാണം ലോക്കലല്ല. സ്തോത്രം, ഇത് ഏതോ കൾച്ചറിൽ ഒതുങ്ങുന്നതല്ല, ഏതോ ഭാഷക്കാരിൽ ഒരുങ്ങുന്നതല്ല. ഏതോ ഭാഷക്കാരുടെ നടുവിലും നിന്റെ പ്രമാണത്തിൽ നിന്നോളണം. വിശ്വസിക്കുന്ന ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. അവർക്കറിയാം, സ്തോത്രം, സ്ഥലം മാറിയെങ്കിലും തങ്ങളുടെ കൾച്ചർ ഒരിക്കലും മാറുവാൻ കഴിയത്തില്ല. തങ്ങളുടെ ആത്മീയം ഒരിക്കലും മാറുവാൻ കഴിയത്തില്ല. സ്തോത്രം, അവർ പറയുമായിരിക്കും, ഒരിക്കലൊന്ന് വണങ്ങിയാൽ മതിയെന്നേ, രാജാവല്ലേ ഈ പ്രതിമ ഉണ്ടാക്കിയിരിക്കുന്നേ, ഒരിക്കൽ വണങ്ങിയാൽ മതി, ഒരു പ്രാവശ്യത്തേക്ക് ഒരിക്കൽ വണങ്ങിയാൽ മതി. ഞാൻ കണ്ടിട്ടുണ്ട്, ഒരിക്കൽ അനാവശ്യമായ ലൈംഗിക ബന്ധത്തിൽ അകപ്പെട്ട് എയ്ഡ്സ് രോഗത്താൽ എന്റെ മുൻപിൽ വന്നെന്ന് ഈയൽ വറയ്ക്കുന്നത് പോലെ ഉറച്ച് നിലവിളിച്ചു പ്രാർത്ഥിച്ച ഒരുവനെ
എനിക്കറിയാം തൊട്ടടുത്ത ജില്ലയിൽ ഇന്നവൻ ജീവനോടെ ഇല്ല. ഒരിക്കലേ തെറ്റിപ്പോയുള്ളൂ. ഒരിക്കൽ നീ ലൈംഗിക പാപത്തിൽ വീണാൽ നിനക്ക് എയ്ഡ്സ് വരാൻ സാധ്യതയുണ്ട്. ഒരിക്കൽ നീ ഡ്രഗ്സിൽ അകപ്പെട്ടാൽ ജീവിതകാലം മുഴുവൻ ഡ്രഗ്സ് നിന്നെ കൊണ്ടുപോകും. ഒരിക്കൽ പാർട്ടിക്ക് പോയാൽ പിന്നെ നിന്റെ ജീവിതം സ്തോത്രം കുത്തുപാള എടുക്കും. ഒരിക്കലാണെങ്കിലും സ്തോത്രം ഒരുപാട് പ്രാവശ്യമായാലും ദൈവത്തിന് മുൻപിൽ എല്ലാം ഒന്നാണ്. ഒരിക്കലേ ഞാൻ വിഷം കുടിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കുടിച്ചാൽ മതി, പിന്നെ കുടിക്കേണ്ടി വരത്തില്ല. എന്നാൽ ശത്രുക്കം പറഞ്ഞു ഒരിക്കലാകട്ടെ 1000 പ്രാവശ്യമാകട്ടെ ഞങ്ങൾക്കൊരു പ്രമാണമുണ്ട്. ഈ ഇരിക്കുന്ന ഡോക്ടർ, ഈ ഇരിക്കുന്ന രാജാവ് മരിക്കും, പക്ഷേ മറവില്ലാത്തൊരു ദൈവം സീനായി മലയിൽ വെച്ച് ഞങ്ങൾക്ക് നൽകിയ ഒരു പ്രമാണമുണ്ട്. ഒരു പ്രതിമയും നമസ്കരിക്കല്ലേ. ഹല്ലേലൂയ. ഒരു പ്രതിമയും നമസ്കരിക്കുക. കൺവെൻഷൻ പ്ലാറ്റ്ഫോമിൽ മാസങ്ങൾക്ക് 2 വർഷം മുമ്പ് ഇത് ഈ ജില്ലയുടെ ഒരു സ്ഥലത്ത് ഞാൻ ഒരു വാക്യം എഴുതി കൊടുത്തപ്പോൾ ഒരു പാസ്റ്റർ പറഞ്ഞു, അയ്യോ ഞാൻ ഈ വാക്യം പുറപ്പാട് 20:3-4 ഞാൻ വായിക്കത്തില്ല. ഞാൻ ചോദിച്ചു, എന്തോടെ വായിക്കാത്തെ? അതേ, ഇത് വായിച്ചാൽ തല്ല് കിട്ടും. സ്തോത്രം, ഒരു വിഗ്രഹത്തെ നമസ്കരിക്കല് എന്ന് പബ്ലിക്കലി വായിച്ചാൽ, ഇവിടെ വായിച്ചാൽ തല്ല് കിട്ടും. അപ്പൊ അവനോട് ഞാൻ ചോദിച്ചു, അതിയാനോട് ഞാൻ അങ്ങനെയുള്ളവരാ, സ്തോത്രം ദയവായി എന്നെ ക്ഷമിച്ചാട്ടെ. ഞാൻ അവനോട് ചോദിച്ചു, പിന്നെ എന്തിനാ ഈ വെള്ളിമെട്ട് എന്നിങ്ങനെ വിറച്ചിരിക്കുന്നത്? സ്തോത്രം, എന്തിനാ ഇരിക്കുന്നത്? ഇടോ, ഒരേ ഒരു ജീവിതമുള്ളടോ. തല്ലെങ്കിൽ തല്ലട്ടടോ, കൊല്ലുന്നെങ്കിൽ കൊല്ലത്തടോ, ഒരിക്കലേ ചാകാൻ കഴിയത്തുള്ളടോ. ജീവിക്കുന്നെങ്കിൽ പ്രമാണത്തിനനുസരിച്ച് ജീവിക്കടോ, ധൈര്യത്തോടെ ജീവിക്കണോ. അവരോട് പറഞ്ഞാൽ ഒരു പ്രാവശ്യമല്ലേ നമസ്കരിക്കേണ്ടി വരത്തുള്ളൂ. ഇനി ഷോർട്ട് ടൈം അന്ന് നമസ്കരിച്ചാൽ മതി. 6 മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഷോർട്ട് ടൈം അല്പസമയത്തേക്ക് നമസ്കരിച്ചാൽ മതി. അല്പസമയത്തേക്ക് ഒന്നിവിടെ ഇങ്ങനെ തേച്ചാൽ മതി. ബ്രതവന്ന് പ്രാർത്ഥിച്ചിട്ട് പോട്ടെ. പിന്നെ അത് കഴിയുമ്പോൾ അല്പം ഒന്നിങ്ങനെ തൊട്ട് തേച്ചാൽ മതി. അല്പസമയം, ഷോർട്ട് ടൈം. ഞാൻ പറയുന്നത് ഷോർട്ട് ടൈം കോഴ്സ് അല്ല, ഇത് ലൈഫ് ടൈം ആണ്. ഇത് ഷോർട്ട് ടൈം അല്ല. കം ഓൺ പീപ്പിൾ, ഇത് ലൈഫ് ടൈം ആണ്. ഹല്ലേലൂയ. ഇത് ആൾക്കാരെ കാണുമ്പോഴും ക്യാമറ കാണുമ്പോഴും ഹാൾ വരുമ്പോൾ മാത്രം വരുന്ന ഒരു ചേതോ വികാരമല്ല. സ്തോത്രം, ഉറക്കത്തിന് ഞങ്ങൾ അന്യഭാഷ പറയും. രഹസ്യത്തിൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കും. കം ഓൺ, സ്തോത്രം പറയും. ഇത് ഞങ്ങളുടെ ലൈഫ് സ്റ്റൈലാണ്. എടോ, ഇത് വേറൊരു കൾച്ചറാണോ, മറ്റൊരു കൾച്ചറാണോ, മറ്റൊരു സ്ഥലത്താണ്. അവർ പറയും, സ്തോത്രം, അതെ, മറ്റൊരു കൾച്ചർ ആണെങ്കിലും ഇവിടെയും ഞങ്ങളുടെ ദൈവമുണ്ട്. ഞങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കും. ലോക്കൽ രാജാവിന് വേണ്ടിയല്ല ഞങ്ങൾ നിൽക്കുന്നത്, ഞങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കും. ഇത് ഈ തലമുറയിൽ ദൈവത്തിന്റെ കൃപയാൽ എന്നും ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ചിലർ എഴുന്നേൽക്കട്ടെ. ഏത് സാഹചര്യത്തിലും ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ചിലർ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. ഏത് സാഹചര്യത്തിലും ദൈവത്തിന്റെ സാക്ഷിയാകാൻ ചിലർ, സ്തോത്രം, എഴുന്നേൽക്കട്ടെ. ഞായറാഴ്ച ക്രിസ്ത്യാനികളല്ല, എന്നും ആരാധന, എന്നും ദൈവകൃപ, എന്നും ദൈവ സാന്നിധ്യം, എപ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യം. സ്തോത്രം. ഒരുപക്ഷെ അവരോട് പറയുകയാണ്, എടോ ശത്രുക്ക മേശിക്കാപേദർഹോവേ, നമ്മൾ അന്യദേശത്താണ്, നമ്മൾ മൈനോറിറ്റിയാണ്, നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മൾ മൈനോറിറ്റിയാണ്, അങ്ങനെയല്ലേ പലരും പറയുന്നത്? നമ്മൾ മൈനോറിറ്റിയാണ്, നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. മൈനോറിറ്റിയാണ്, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. പതുക്കെ പറ. സ്തോത്രം, ക്യാമറയൊക്കെ ഓഫ് ചെയ്ത് പതുക്കെ പറ, നമ്മൾ മൈനോറിറ്റിയാണ്, അഡ്ജസ്റ്റ് ചെയ്യണം. എടാ അച്ഛാ, ഇത് അഡ്ജസ്റ്റ്മെന്റിന്റെ പുസ്തകമല്ല, ഇത് ആലോചനയാണ്, ഇത് അഡ്ജസ്റ്റ്മെന്റ് അല്ല. സ്തോത്രം. അതുകൊണ്ട് എന്റെ ദൈവത്തോട് ഞാനങ്ങ് ചേർന്ന് നിൽക്കും. ഞാനും എന്റെ ദൈവം ചേർന്ന് നിന്നാൽ ഞങ്ങളാ പിന്നെ മെജോറിറ്റി. ഒരിക്കൽ കൂടെ, ഞാനും എന്റെ ദൈവവും ചേർന്ന് നിന്നാൽ ഞങ്ങൾ മൈനോറിറ്റി അല്ല, ഞങ്ങൾ മെജോറിറ്റിയാണ്. അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞാട്ടെ, നമ്മൾ മെജോറിറ്റിയാണ്. വീണ്ടും പറഞ്ഞാട്ടെ, സ്വന്തം കരമാർവോട് ചേർത്ത് വെച്ച് പറ, ഞാൻ എന്റെ ദൈവത്തിന് വേണ്ടി നിൽക്കുക. ദൈവത്തിന് വേണ്ടി നിന്നതായ 3 ബാലന്മാർ ഈ തലമുറയിൽ ഡ്രഗ്സിനെ എതിർത്തുകൊണ്ട്, ആൽക്കഹോളിസത്തെ എതിർത്തുകൊണ്ട്, ലോകത്തെയും പാപത്തെയും എതിർത്തുകൊണ്ട്, സാഹചര്യത്തെയും സമ്മർദ്ദത്തെയും എതിർത്തുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ 100% നഫ്താലി പോർക്കല മേടുകളിൽ തന്നെ എന്ന് തിരുവചനം പറയുന്നത് പോലെ ജീവനെ വെറുത്തുകൊണ്ട് പോർക്കളങ്ങളിൽ നിൽക്കുവാൻ ചില ശത്രുക്കം മേശക്കും അപേദനഹോമം എഴുന്നേൽക്കട്ടെ. വിശ്വസിക്കുന്ന 2 കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാണ്. യേശുവിന്റെ നാമത്തിൽ. ഈ ദൈവത്തിന് വേണ്ടി നിന്നവർക്കാണ് ക്രൈസിസ് വന്നത്.
ഒരിക്കൽ കൂടെ, അഡ്ജസ്റ്റ് ചെയ്യുന്നവർക്ക് ഒരു പ്രശ്നമില്ല അച്ഛാ, അഡ്ജസ്റ്റ് ചെയ്യുന്നവർക്ക് ഒരു പ്രയാസമില്ല. അപ്പുറത്തെ അങ്ങേതിലെ പ്രീച്ചർക്കുമില്ല, ഇങ്ങേതിലെ ബിഷപ്പിനുമില്ല. പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്നവർക്ക് ക്രൈസിസ് ഉള്ള, പ്രമാണത്തിനനുസരിച്ച് നിൽക്കുന്നവർക്ക് ക്രൈസിസ് ഉള്ളു. ഞാൻ പറയട്ടെ, ഞായറാഴ്ച രണ്ടാമത്തെ പാട്ടിന് വേഗത്തിൽ ചെണ്ട കൊട്ടുന്നതനുസരിച്ച് തുള്ളുന്നതല്ല ആത്മീയം. ഏതോ തുള്ളലും തള്ളലും പണപ്പിരിവും അല്ല ആത്മീയം. അതിന്റെ പേര് ശുദ്ധ കച്ചവടമാണ്. എന്നാൽ യഥാർത്ഥ ആത്മീയം, നീ ആത്മീയനെന്ന് തെറിയുന്നത് നീ തീച്ചൂളയിലൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ മണം പോലും തട്ടാതെ വണ്ണം ദൈവകൃപയിൽ നീ പുറത്തു വരുന്നെങ്കിൽ മനസ്സിലാക്കണം, നീ ഒറ്റയ്ക്കല്ല, എന്റെ ദൈവം നിന്നോട് കൂടെയുണ്ട്. ലൈഫിന്റെ ക്രൈസിസിൽ നിങ്ങൾ കടന്നു പോകുമ്പോൾ, ജീവിതത്തിന്റെ തീച്ചൂളകളുടെ ക്രൈസിസിലൂടെ കടന്നു പോകുമ്പോൾ, ബൈബിൾ പറയുന്നു, ഒന്നുകിൽ നിങ്ങൾ ക്രൈസിസിൽ കിടക്കുമ്പോൾ ദൈവം നിങ്ങളെ വിടിവിപ്പാൻ വേണ്ടി 3 ഉപാധികളെ ഉപയോഗിക്കാറുണ്ട്. ജീവിതത്തിന്റെ ക്രൈസിസിൽ നിന്ന് ദൈവം വിടിവിച്ചവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ വിടിവിപ്പാൻ, ക്രൈസിസിൽ നിന്ന് വിടിവിപ്പാൻ പുസ്തകത്തിന്റെ അഭിപ്രായത്തിൽ 3 തരത്തിലുള്ള മാനിഫെസ്റ്റേഷൻസ് ആണ് ദൈവം ഉപയോഗിക്കുന്നത്. നമ്പർ 1, ഒന്നുകിൽ നിന്റെ ക്രൈസിസിൽ നിന്ന് വിടിവിപ്പാൻ ഒരു പ്രവാചകനെ ദൈവം ആ സ്ഥാനത്ത് അയക്കുന്നു. മിസ്രയീമിൽ നിന്ന് വിടിവിപ്പാൻ പ്രവാചകൻ എന്ന മോശയെ ദൈവം ആ സ്ഥാനത്ത് അയക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. രണ്ടാമത്, സ്തോത്രം, നിന്റെ ക്രൈസിസിൽ നിന്ന് വിടിവിപ്പാൻ ചില സമയത്ത് ദൈവത്തിന്റെ ദൂതന്മാരെ ദൈവം ഇറക്കുന്നു. ക്രൈസിസിൽ നിന്ന് വിടിവിപ്പാൻ ദൈവത്തിന്റെ ദൂതന്മാരെ ഇറങ്ങുന്നു യേശുവിന്റെ നാമത്തിൽ. നമ്പർ 1, നീ മിസ് കാൾ കൊടുത്തിട്ടല്ല, നീ വിളിച്ചിട്ടല്ല, നിന്റെ ക്രൈസിസ് എന്തെന്നറിയാതെ, അതിന്റെ ആഴമറിയാതെ ദൈവത്താൽ അയക്കപ്പെട്ടവനായി, നിയോഗിക്കപ്പെട്ടവനായി ഒരു പ്രവാചകൻ കടന്നു വരുന്നു. 2, ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വരുന്നു. പക്ഷെ ഇവിടത്തെ കേസ് എന്ന് പറയുന്നത് അല്പം കട്ടിയാണ്. എന്നാൽ തീയാണോ വെള്ളത്തിലൂടെയാണോ നീ പോകുന്നത്? ഒരിക്കൽ കൂടെ, നിന്റെ ക്രൈസിസ് തീയാണെങ്കിൽ, നിന്റെ ക്രൈസിസ് വെള്ളമാണെങ്കിൽ അവൻ തന്റെ ഗബ്രിയേലിനെയും മിഖായേലിനെയും ഇറക്കത്തില്ല. നിന്റെ ജീവിതത്തിൽ നീ തീയിലൂടെ പോകുമ്പോൾ, നീ വെള്ളത്തിലൂടെ പോകുമ്പോൾ അവൻ ഒരു പ്രവാചകനെയും ഇറക്കത്തില്ല. അവൻ പ്രവാചകനെയും, സ്തോത്രം, അതേ ദൂതന്മാരെയുമല്ല, തീയിലൂടെ വെള്ളത്തിലൂടെ നീ പോകുമ്പോൾ അവൻ ഇറക്കുന്നത്. ഇമ്മാനുവേൽ ഇപ്രകാരം പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. എപ്പോൾ? നീ തീയിലൂടെ കടക്കുമ്പോൾ, നീ വെള്ളത്തിലൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഈ അന്തരീക്ഷം മാറുകയാണ്, ഈ സർവീസിന്റെ തലം മാറുകയാണ്. സ്തോത്രം പറയണേ, ഈ സർവീസിന്റെ തലം മാറുകയാണ്. ആരോ ഏതോ ക്രൈസിസിലൂടെ പോകുന്നു, ആരോ ഏതോ പ്രതിസന്ധിയിലൂടെ പോകുന്നു. ആരോ പറയുന്നു ഇത് പെരുവെള്ളം പോലെയാണ്, ആരോ പറയുന്നു ഇതൊരു തീച്ചൂള പോലെയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ തീച്ചൂളയിൽ ഏതോ പ്രവാചകനല്ല ഇറങ്ങുന്നത്, ഏതോ ദൂതനല്ല ഇറങ്ങുന്നത്, ഇമ്മാനുവേലാകുന്ന സർവശക്തനായ കർത്താവ് തന്നെ നിനക്ക് മുൻപായി നിന്റെ തീച്ചൂളയിൽ ഇറങ്ങുന്നു. കർത്താവ് ഇന്ന് പകൽക്കാലം നിനക്കായി ഇറങ്ങുന്നു. അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞാട്ടെ, ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ ഒറ്റയ്ക്കല്ല. ഈ പ്രതിസന്ധിയിൽ നീ ഒറ്റയ്ക്കല്ല, ഈ പ്രതിസന്ധിയിൽ നീ ഒറ്റയ്ക്കല്ല, ഈ പ്രതിസന്ധിയിൽ നീ ഒറ്റയ്ക്കല്ല. ഈ പ്രതിസന്ധിയിൽ കർത്താവ് ഇറങ്ങുകയാണ്, ഈ പ്രതിസന്ധിയിൽ കർത്താവ് ഇറങ്ങിയാണ്. സ്തോത്രം. ഒരിക്കലും പറയല്ല ഞാൻ ക്രൈസിസിലാണെന്ന്, പകരം പറഞ്ഞാട്ടെ ഞാൻ ക്രൈസ്റ്റിലാണ്. ഞാൻ ക്രൈസിസിലല്ല, ഞാൻ ക്രൈസ്റ്റ് ഞാൻ ക്രൈസിസിലല്ല, പകരം ഇൻ ക്രൈസ്റ്റിലാണ്, ഞാൻ ക്രിസ്തുവിലാണ്. ഞാൻ ക്രൈസിസിലായിരുന്നെങ്കിൽ എന്റെ അസ്ഥികൾ പോലും എന്നെ ദ്രവിച്ചു പോയേനേ. ഞാൻ ക്രൈസ്റ്റിലായതുകൊണ്ടാണ്, ഞാൻ ഇന്നും ദൈവകൃപയിൽ നിൽക്കുന്നത്. ഞാൻ പ്രതിസന്ധിയിലല്ല നിൽക്കുന്നത്, ഞാൻ ക്രിസ്തുവിലാണ് നിൽക്കുന്നത്. ക്രിസ്തുവിലായിരിക്കുന്ന കുടുംബങ്ങൾ കരങ്ങളെ അടിച്ചാരാധിക്കട്ടെ. കമാൻ. ക്രിസ്തുവിലായിരിക്കുന്ന വ്യക്തികൾ ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിക്കട്ടെ. ക്രിസ്തുവിലായിരിക്കുന്നവർ, ഹല്ലേലൂയ. നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനത്രേ. നിന്റെ പ്രതിസന്ധിയേക്കാൾ വലിയ കർത്താവ്, നിന്റെ രോഗത്തെക്കാൾ വലിയ കർത്താവ്. ആ കർത്താവിൽ നീ ആയിരിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു. നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ക്രൈസിസ് അല്ല നീ ആയിരിക്കുന്നത്, നീ ക്രൈസ്റ്റിലാണ് ആയിരിക്കുന്നത്. നിങ്ങൾ
നിങ്ങൾക്ക് ആ സ്റ്റോറി അറിയാം. ആ സ്റ്റോറി ഇങ്ങനെയാണ്. സ്തോത്രം. നെബൂഖദ്നേസർ രാജാവ് തന്റെ സൈന്യത്തിലെ സാധാ ഭടന്മാരല്ല, മഹാബലവാന്മാരെ, ഒരിക്കൽ കൂടെ, മഹാബലവാന്മാരെ, മൈറ്റി വാളേഴ്സിനെ, മഹാബലവാന്മാരായ ചില പുരുഷന്മാരോട് ഈ 3 ബാലന്മാരെ എടുത്ത് തീയിലേക്ക് അങ്ങ് അടുത്ത് കൊണ്ടുചെന്ന് ഇട്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം നിങ്ങളെ തീയിലേക്ക് തള്ളിയിടുവാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ തീയിൽ തകർക്കുവാൻ ശ്രമിക്കുന്ന ശക്തികൾ എന്താണെങ്കിലും പറയട്ടെ, അവർ നിരാശരാകാൻ പോകുകയാണ്. നിന്റെ ശത്രുക്കൾക്ക് ദൈവം നിരാശ കൊടുക്കാൻ വേണ്ടി പോകുന്നു. എത്ര പേർ ആമേൻ പറയും? നിന്റെ ശത്രുക്കൾ നിരാശരാകാൻ വേണ്ടി പോകുന്നു. നീ ചാരമാകും എന്ന് പറയുന്നവർ, നീ നശിക്കും എന്ന് പറയുന്നവർ, നിന്റെ ജീവിതം തകരും എന്ന് പറയുന്നവർ, നീ ചാകും എന്ന് പറയുന്നവർ, യേശുവിന്റെ നാമത്തിൽ ഈ ജൂലൈ മാസം 11-ാം തീയതി ഇന്ത്യൻ ടൈം 11:55 ഞാൻ ഈ പ്രൊഫറ്റിക് ദൂത് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് വിളിച്ചു പറയട്ടെ, നിന്റെ ശത്രുക്കൾ നിരാശരാകാൻ പോകുകയാണ്. നിന്റെ ശത്രുക്കൾക്ക് നിരാശ ദൈവം കൊടുക്കുവാൻ വേണ്ടി പോകുന്നു. കാരണം അവർ ചിന്തിക്കുന്നത് സംഭവിക്കത്തില്ല. അവർ ചിന്തിക്കുന്നത്, നിന്റെ ശത്രു ചിന്തിക്കുന്നത് സംഭവിക്കത്തില്ല. പകരം നേരെ മറിച്ച് നീ ചിന്തിക്കാത്ത വിടുതൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ അവരെ തീയിലേക്ക് വലിച്ചിട്ട അവർ നശിച്ചു പോയി. ആ ബലവാന്മാർ നശിച്ചു പോയി. യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളിലേക്ക് ശോധനയുടെ തീയെ കൊണ്ടുവന്ന ദുർഭൂതങ്ങൾ ഉണ്ടെങ്കിൽ, കുടുംബങ്ങളിൽ അന്ധകാരത്തിന്റെ പോരുകളെ കൊണ്ടുവന്ന മന്ത്രവാദ ശക്തികൾ ഉണ്ടെങ്കിൽ, കാഴ്ചകളും നേർച്ചകളും കൊണ്ടുവന്നെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ ഈ 11-ാം തീയതി ഈ 12 മണി അടുത്ത ഈ സമയത്ത് ആ ദുരാത്മാക്കൾ ദൈവത്തിന്റെ തീയില് ഇന്ന് പകൽക്കാലം എരിഞ്ഞു പോകട്ടെ. കമാൺ കമാൺ കമാൺ. ദൈവത്തിന്റെ തീയില് എരിഞ്ഞു പോകട്ടെ. ദൈവത്തിന്റെ തീയില് എരിഞ്ഞു പോകട്ടെ യേശുവിന്റെ നാമത്തില്. സ്തോത്രം. നിന്നെ തകർക്കാൻ വിട്ടതായ ദുർഭൂതങ്ങൾ ഇന്ന് പകൽ വീട്ടിൽ നിന്ന് തിരിച്ചോടുകയാണ്. ആ പൈശാചിക ശക്തികൾ ആ മന്ത്രവാദികളുടെ അടുക്കൽ തിരിച്ചോടി പറയുന്നു, അവൻ ഒറ്റയ്ക്കല്ല, അവർ ഒറ്റയ്ക്കല്ല, ആ വീട് ഒറ്റയ്ക്കല്ല. വലിയ കർത്താവ് യഹൂദ ഗോത്രത്തിലെ സിംഹം ആ ഭവനത്തിലുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തില് സ്തോത്രം. അവരെ തീയിലേക്ക് വലിച്ചിട്ടവർ എരിഞ്ഞു പോയി. എന്നാൽ സ്തോത്രം, അത് വേദപുസ്തകം പറയുന്നു, ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ പറഞ്ഞു, ഹേ രാജാവേ, ഞങ്ങളെ ഈ തീയിൽ നിന്ന് വിടുവിപ്പാൻ ഞങ്ങളുടെ ദൈവത്തിന് കഴിയുക. ഈ തീയിൽ നിന്ന് വിടുവിപ്പാൻ ഞങ്ങളുടെ ദൈവത്തിന് കഴിയുക. അടുത്തിരിക്കുന്ന 4 പേരെ നോക്കി പറ, എന്റെ ദൈവത്തിന് കഴിയുക. ഇംഗ്ലീഷ് പറ, അല്ലെങ്കിൽ ഗാഡ് ഈസ് ഏബിൾ. ഓ, തമിഴിൽ പറ, എൻ ദേവനാൽ മുടിയോ. സ്തോത്രം. അതെ, ഹിന്ദി പറയാൻ എനിക്ക് അറിയത്തില്ല. എന്റെ ദൈവത്താൽ കഴിയും, എന്റെ ദൈവത്താൽ കഴിയും, എന്റെ ദൈവത്താൽ കഴിയും. സാഹചര്യങ്ങളെ മാറ്റാൻ ദൈവത്തിന് കഴിയും. തീർന്നു എന്ന് പറയുന്നത് തുടങ്ങാൻ ദൈവത്തിന് കഴിയും. അവസ്ഥകളെ മാറ്റാൻ ദൈവത്തിന് കഴിയും. പറ പറ, വാ തുറന്ന് പറ, ഗാഡ് ഈസ് ഏബിൾ, ഗാഡ് ഈസ് ഏബിൾ, ഗാഡ് ഈസ് ഏബിൾ, ഗാഡ് ഈസ് ഏബിൾ. ആ കുഞ്ഞിന്റെ വിഷയത്തിൽ വിടുതലയപ്പാൻ ദൈവത്തിന് കഴിയും. അന്തരീക്ഷത്തെ മാറ്റാൻ ദൈവത്തിന് കഴിയും. അടഞ്ഞ ബിസിനസ് കോംപ്ലക്സ് തുറക്കാൻ ദൈവത്തിന് കഴിയും. ആ കടം വാങ്ങി നശിക്കുന്ന അനുഭവത്തിൽ നിന്ന് കടം കൊടുക്കുന്നവനാക്കാൻ ദൈവത്തിന് കഴിയും. തിരിച്ചറിവാൻ കഴിയാത്തതായ അവസ്ഥയായി വിടുതൽ തരുവാൻ ദൈവത്തിന് കഴിയും. നീ ഇന്നലകളിലും ഇന്നും കരഞ്ഞ് കാത്തിരിക്കുന്ന ഓരോ വിഷയത്തിന് മറുപടി തന്ന് നിന്നെ മാനിപ്പാൻ ദൈവത്തിന് കഴിയും. പുതിയൊരു ആത്മമണ്ഡലം നിന്റെ ഭവനത്തിന്, ജീവിതത്തിന് കൽപ്പിപ്പാൻ ദൈവത്തിന് കഴിയും. ഓ, അവൻ സകല ജഡത്തിന്റെ ദൈവമായ യഹോവയാകുന്നു. എന്റെ ദൈവത്താൽ കഴിയാത്ത കാര്യം വല്ലതുമുണ്ടോ? സ്തോത്രം. വാട്ട് യു കൺഫസ് ദാറ്റ് യു പൊസസ്. എന്ത് നീ പറയുമോ അതാണ് ഭവിക്കുന്നത്. ഞങ്ങളെ ദൈവത്തിന് ഇതിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുക. അതിനർത്ഥം ഞങ്ങൾക്ക് മരിപ്പാൻ മനസ്സില്ല. മരണം പറയല്ല, പകരം ജീവൻ പറഞ്ഞാട്ടെ. മരണം പറയല്ല, ജീവൻ പറഞ്ഞാട്ടെ. ഇന്നലെ വൈകിട്ട് ഈ ദൂത് പ്രിപ്പയർ ചെയ്യുമ്പോ എന്റെ കർത്താവ് പറഞ്ഞു, പോയി എന്റെ മക്കളോട് പറ, അവരുടെ ജീവിതത്തിൽ നിന്ന് പ്രിമച്വർ ഡെത്ത് ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്. ഓ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ പ്രിമച്വർ ഡെത്ത് ക്യാൻസൽ
ക്യാൻസൽ ചെയ്യുകയാണ്. ആയുസ് തികയായതുള്ള സകല മരണങ്ങള് കർത്താവ് ക്യാൻസൽ ചെയ്യുകയാണ്. ഇൻ ജീസസ് നെയിം. ആരും ആത്മശക്തിയിൽ ഇന്ന് പകൽക്കാല ഭവനത്തിൽ നിലത്ത് വീഴുന്ന ഞാൻ കാണുന്നു. ആരും ആത്മശക്തിയിൽ ഭവനത്തിൽ സ്പർശിക്കപ്പെടുന്ന ഞാൻ കാണുന്നു. ആ മരണ ദൂതന്റെ കെട്ട് ഇന്ന് പകൽക്കാലം വെട്ടേറ്റ് വീഴുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആത്മഹത്യ ചിന്തകൾ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ. മരണ ശക്തികൾ തകരട്ടെ. പ്രിമച്വർ ഡെത്ത് നിന്റെ ക്യാമ്പസിൽ ഇല്ല. പകരം വിളിച്ചു പറഞ്ഞോട്ടെ, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തിയെ വർണ്ണിക്കും. Come on, one more time. ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തിയെ വർണ്ണിക്കും. Come on, one more time. ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തിയെ ഞാൻ വർണ്ണിക്കും. എന്ത് നീ പറയുമോ അതാണ് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ മരണം കൊണ്ടുവരുന്ന ആ രോഗമെന്ന പാലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ദൂതന്റെ സ്പർശനങ്ങളാൽ തകർന്നു വീഴുന്നു. ഹീലിംഗ് ഏഞ്ചൽസിന്റെ സ്പർശനങ്ങളാൽ മരണം കൊണ്ടുവരുന്ന ക്യാൻസറിന്റെ പാലങ്ങൾ, ട്യൂമറിന്റെ പാലങ്ങൾ യേശുവിന്റെ നാമത്തിൽ തകരുന്നു. വിശ്വസിക്കുന്ന കരങ്ങളെ അടിച്ച് Amen. ആർപ്പിട്ടാട്ടെ. In Jesus name. നൂറുകണക്കിന് വ്യക്തികളിലേക്ക് ദൈവിക സൗഖ്യം വ്യാപരിക്കുന്നു. Receive your miracle right now in Jesus name. Hallelujah. മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലത്തെ അനുഭവിക്കുക. പകരം പറഞ്ഞ നന്മകൾ കാണാൻ പോകുക. നല്ല സംവത്സരങ്ങൾ മുൻപിൽ ഉണ്ടാകാൻ പോവാ. നല്ല വിടുതലിന്റെ ദിവസങ്ങൾ കടന്നു വരാൻ പോവാ. നല്ല സീസൺ ഉണ്ടാകാൻ പോവാ. ആയിരക്കണക്കിന് ആത്മാക്കൾക്ക് ഞാൻ അനുഗ്രഹമാകാൻ പോവാ. ഞാൻ ഐശ്വര്യനുള്ളവനല്ല, ഞാൻ കൊയ്ത്തിനുള്ളവനാണ്. ഞാൻ രോഗ കിടക്കുള്ളവനല്ല, ഞാൻ തളരാതെ ദൈവകൃപയിൽ ഓടുന്നവനാണ്. ബലഹീനതകൾ എനിക്കുള്ളതല്ല, രോഗങ്ങൾ എനിക്കുള്ളതല്ല. യേശുവിന്റെ നാമത്തിൽ യെസ് 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 യെസ്. ചിലന്തി വലകൾ ഛേദിക്കപ്പെടുന്ന പോലെ, ചിലന്തി വലകൾ ഛേദിക്കപ്പെടുന്നത് പോലെ, ചിലന്തി വലകൾ ഛേദിക്കപ്പെടുന്നത് പോലെ സകല ബലഹീനതകളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം വിട്ടുപോകട്ടെ. ഇൻ ജീസസ് നെയിം. ഇൻ ജീസസ് നെയിം. കണ്ടുപിടിച്ച രോഗങ്ങളാകട്ടെ, കണ്ടുപിടിക്കാത്തതാകട്ടെ, നിന്റെ കോശങ്ങളിലുള്ളത് ഇൻവിസിബിളായി ഇഴഞ്ഞു വന്നിരിക്കുന്നത് സകലത ഇന്ന് പകൽക്കാലം തകർന്നു പോകട്ടെ. രണ്ട് കരങ്ങളൊന്നും കുടഞ്ഞു കളഞ്ഞാട്ടെ, കുടഞ്ഞു കളഞ്ഞാട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ചില മാസങ്ങൾ കഴിയുമ്പോൾ ഡോക്ടർമാർ പറയും അങ്ങനെയുള്ള സാധ്യത ഉണ്ടായിരുന്നു കേട്ടോ, അങ്ങനെയുള്ള സാധ്യത ഉണ്ടായിരുന്നു, പക്ഷെ അത് പോയി. പക്ഷെ അങ്ങനെയുള്ള സാധ്യത ഉണ്ടായിരുന്നു, അത് പോയി എന്ന് പറയുന്നെങ്കിൽ മനസ്സിലാക്കണം. ജൂലൈ മാസം 11-ാം തീയതി എന്റെ ദൈവം ഭാവിക്ക് വേണ്ടി നിന്നെ ഒരുക്കുകയാണ്. ഭാവിക്ക് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി, ദീർഘായുസിന് വേണ്ടി തമ്പുരാൻ ഈ ജൂലൈ മാസം 11-ാം തീയതി നിന്റെ ജീവിതത്തെ ഒരുക്കുകയാണ്. സ്തോത്രം. എന്റെ ദൈവം ഏബിളാണ്. ദൈവത്തിന് ഈ തീയിൽ നിന്ന് ഞങ്ങളെ വിടിപ്പിപ്പാൻ കഴിയുക. ദൈവത്തിന് ഈ തീയിൽ നിന്ന് ഞങ്ങളെ വിടിപ്പിപ്പാൻ കഴിയാം. വീണ്ടും അവർ പറയുന്നു, സ്തോത്രം, ഇനി വിടുവിച്ചില്ലെന്ന് വെച്ചോ, എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നില്ല. സ്തോത്രം. എന്റെ ഉപവാസത്തിന് വിടുതൽ തന്നില്ല. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തന്നില്ല. സ്തോത്രം. അതെ, ഞാൻ വിചാരിച്ചതുപോലെ കാര്യം നടന്നില്ല. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ വാതിലുകൾ തുറന്നില്ല, വ്യക്തികൾ മാറിയില്ല. സ്തോത്രം. പക്ഷേ എന്നാലും ഈ പുസ്തകത്തെ മാറ്റിവെച്ച് വേറൊരു പ്രമാണത്തിന് ഞാനില്ല. എത്ര പേർ ആമേൻ പറയും? എത്ര പേർ ആമേൻ പറയും? സ്തോത്രം. അതെ, ചിലരെങ്ങനെയാണ് പറയുന്നത്, ഞാൻ പ്രാർത്ഥിച്ച് കിട്ടുന്നെങ്കിൽ ദൈവത്തെ ആരാധിക്കാം. അത് ഏത് ദൈവം ഇല്ലാത്തവനും ആരാധിക്കും. കാരണം ചോദിക്കുന്ന എല്ലാ അപ്പച്ചൻ ഇങ്ങനെ മാർജിൻ ഫ്രീയിൽ കൊടുക്കുന്നത് പോലെ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ്. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിന്റെ മറ്റൊരു വശം കൂടിയുണ്ട്, ആത്മീയ ജീവിതത്തിന്റെ വേറൊരു വശം കൂടിയുണ്ട്. ചില പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടത്തില്ലായിരിക്കാം, ചില ഉപവാസങ്ങൾ ദൈവം കണ്ടില്ലെന്ന് വരുമായിരിക്കാം, ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടത്തില്ലായിരിക്കാം. പക്ഷേ ആ സൈലൻസിൽ അവൻ നിന്റെ ലോയൽറ്റി ടെസ്റ്റ് ചെയ്യുകയാണ്. എത്ര പേർക്ക് മനസ്സിലായി? ആ സൈലൻസിൽ അവൻ നിന്റെ ലോയൽറ്റി ടെസ്റ്റ് ചെയ്യുകയാണ്. ആ സൈലൻസിൽ അവൻ നിന്റെ ലോയൽറ്റി ടെസ്റ്റ് ചെയ്യുകയാണ്. ക്രൈസ്റ്റ് സെന്ററിന്റെ ഒരു കുടുംബം എന്നെ പഠിപ്പിച്ച ഒരു ബൈബിൾ സ്റ്റഡി ഉണ്ട്. അവർ പറഞ്ഞു, നിന്റെ സ്ട്രോങ്നെസ് വെളിപ്പെടുന്നത് സ്തോത്രം ദൈവം ലൗഡർ ആയിരിക്കുമ്പോഴല്ല, നിന്റെ ആത്മീയ കരുത്ത് വെളിപ്പെടുന്നത് ദൈവം ലൗഡർ ആയിരിക്കുമ്പോഴല്ല, പകരം അപ്പച്ചൻ സൈലന്റ് ആയിരിക്കുമ്പോ. എന്റെ കർത്താവ്
കർത്താവ് സൈലന്റ് ആയിരിക്കുമ്പോ, എന്റെ കർത്താവ് സൈലന്റ് ആയിരിക്കുമ്പോ, പോയി 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 ആരാധിക്കുമ്പോൾ വീട് നോ, ദൈവം സൈലന്റ് ആയിരിക്കുമ്പോ ചില സന്ദർഭങ്ങളിൽ God where are you, ദൈവമേ നീ എവിടെയാണ്? ആ പ്രവാചകൻ പറഞ്ഞ സത്യമാണോ? ആ വചനം സത്യമാണോ? നിന്റെ ജീവിതത്തിൽ ദൈവം സൈലന്റ് ആയിരിക്കുമ്പോൾ, നിന്റെ പ്രാർത്ഥനയ്ക്ക് പലപ്പോഴും ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ, അപ്പോഴാണ് നിന്റെ ആത്മീയതയുടെ സ്ട്രോങ്നെസ്, അതേ സ്തോത്രം, പവർഫുൾ ലോയൽറ്റി, സ്തോത്രം, കടപ്പാട് വെളിപ്പെടുന്നത്. നിന്റെ വിശ്വസത, ദൈവത്തോടുള്ള നിന്റെ വിശ്വസത വെളിപ്പെടുന്നത് ദൈവം ലൗഡർ ആയിരിക്കുമ്പോഴല്ല, അവൻ സൈലന്റ് ആയിരിക്കുമ്പോ. ഈ 3 ചെറുക്കന്മാർ പറയുന്നു, ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ വിടിപ്പിക്കാൻ കഴിയും. ഇനി അവൻ വിടുവിച്ചില്ലെങ്കിലും ദൈവം ഇല്ലാത്ത ഒരു ജീവിതം ഞങ്ങൾക്ക് വേണ്ട. ദൈവം വിടുവിച്ചില്ലെങ്കിലും എന്റെ ദൈവം ഇല്ലാത്ത ഒരു ശുശ്രൂഷ ഞങ്ങൾക്ക് വേണ്ട. ദൈവം ഇല്ലാത്ത ഒരു പദവി ഞങ്ങൾക്ക് വേണ്ട. അങ്ങനെ പറയാൻ എത്ര പേരുണ്ട്? എന്റെ ദൈവം ഇല്ലാത്ത ഒരു ബട്ടൺസ് പോലും എനിക്ക് വേണ്ട. ദൈവം ഇല്ലാത്ത ഒരു ചെറിയ സ്തോത്രം, അതേ പാത്രത്തിലെ പായസം പോലും യേശുവിനെ പോലെ എനിക്ക് വേണ്ട. ദൈവം ഇല്ലാത്ത വാതിലുകളെ എനിക്ക് വേണ്ട. ദൈവമില്ലാത്ത ഫ്രണ്ട്ഷിപ്പ് എനിക്ക് വേണ്ട. ദൈവമില്ലാത്ത സൂം മീറ്റിംഗും ഫേസ്ബുക്ക് ലൈവും എനിക്ക് വേണ്ട. ദൈവമില്ലാത്തത് സകലതും അകന്നു നിൽക്കട്ടെ. ദൈവമുള്ളത് മാത്രം എനിക്ക് മതി. വിശ്വസിക്കുന്ന 2 കരങ്ങൾ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. സ്തോത്രം. നിന്നത് സഹോദരങ്ങളെ, ബാബേൽ സംസ്ഥാനത്തിന്റെ മണ്ണിലല്ല അവർ നിന്നത്. അവർ ദൈവത്തിന്റെ പ്രമാണത്തിലാണ് നിന്നത്, ദൈവത്തിന്റെ വചനത്തിലാണ് നിന്നത്. അടുത്തിരിക്കുന്ന 3 പേരെ തൊട്ട് പറഞ്ഞാട്ടെ, വചനത്തിൽ നിൽക്കണം. പറ, വചനത്തിൽ നിൽക്കണം. തറയിലല്ല നിൽക്കേണ്ടത്. തറയിൽ സമൂഹം നിൽക്കട്ടെ, സഭ വചനത്തിൽ നിൽക്കട്ടെ. തറയിൽ സമൂഹം നിൽക്കട്ടെ, വചനം സഭയിൽ. ആമേൻ. വചനം, സ്തോത്രം, സഭ വചനത്തിൽ നിൽക്കട്ടെ. സഭ വചനത്തിൽ നിൽക്കട്ടെ. വചനത്തിൽ അവർ നിന്നപ്പോ, അതായത് പ്രമാണത്തിൽ അവർ നിന്നപ്പോ, വചനമായവൻ അവരോടുകൂടെ ഇറങ്ങി നിന്ന. ഒരിക്കൽ കൂടെ, അവർ വചനത്തിൽ നിന്നപ്പോ വചനമായവൻ അവരോടുകൂടെ ഇറങ്ങി നിന്ന. അവർ വചനത്തിൽ നിൽക്കുമ്പോ, നീ വചനത്തിൽ നിൽക്കുമ്പോ 2021 നീ തറയിൽ നിൽക്കുമ്പോഴല്ല, നീ ചേർച്ചിൽ നിൽക്കുമ്പോഴല്ല, നീ അങ്കിളിന്റെ ആന്റിയുടെയും സ്തോത്രം, അതേ വക്കീലിന്റെയും അഭിപ്രായത്തിൽ നിൽക്കുമ്പോഴല്ല, നീ ദൈവത്തിന്റെ വചനത്തിൽ നിൽക്കുമ്പോൾ ഗ്യാരണ്ടിയായി ഞാൻ പറയുന്നു, നീ ഒറ്റയ്ക്ക് നിൽക്കേണ്ട ഗതികേട് വരിക ഇല്ല. അവൻ നിന്റെ കൂടെ ഇറങ്ങി നിൽക്ക്. 25 വാക്യം തീം പറഞ്ഞ ഞാൻ അവസാനിപ്പിക്കട്ടെ. സ്തോത്രം. അതെ, ദാനിയേൽ 3:25. അവർ വചനത്തിൽ നിന്നപ്പോ ആ രാജ്യം മുഴുവൻ കാണുകയാണ്. സ്തോത്രം. രാജാവ് കാണുകയാണ്. സ്തോത്രം. അവർ വചനത്തിൽ നിൽക്കുമ്പോ മറ്റൊരുവൻ അവന്റെ കൂടെ നിൽക്കുന്നത് രാജ്യം മുഴുവൻ കാണുകയാണ്. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, നിങ്ങളുടെ ജയം പരസ്യമാണ്. പറഞ്ഞാട്ടെ, നിങ്ങളുടെ ജയം പരസ്യമാണ്. നിങ്ങളുടെ ഉത്തരം പരസ്യമാണ്. നിങ്ങളുടെ ഉത്തരം പരസ്യമാണ്. നിങ്ങളുടെ ഉത്തരം പ്രമാണത്തിൽ നിൽക്കുന്നവരെ, നിങ്ങളുടെ ഉത്തരം 4 പേർ കണ്ടേ പോകത്തുള്ളൂ. സിറ്റി മുഴുവൻ കാണട്ടെ, ദേശം മുഴുവൻ കാണട്ടെ, ബന്ധുക്കൾ മുഴുവൻ കാണട്ടെ, പ്രശ്നമുണ്ടാക്കിയവർ കാണട്ടെ, കുരുക്കിയവർ കാണട്ടെ, ഗൂഢാലോചന നടത്തിയവർ കാണട്ടെ. ഞാൻ ഒറ്റയ്ക്കല്ല നിൽക്കുന്നത്. എന്റെ കർത്താവ് എന്റെ കൂടെ ഇറങ്ങി നിൽക്കുകയാണ്. വേദപുസ്തകം പറയുന്നു, സ്തോത്രം, സ്തോത്രം, നെബൂഖദ്നേസർ പറയുക, സ്തോത്രം, അതിന് അവൻ 3 പേരെയാണ് നമ്മൾ തീയിലിട്ടത്. 3 പേരെയാണ് നമ്മൾ തീയിലിട്ടത്. പക്ഷെ 1, 2, 3 ഇതൊരു ട്രിക്കി ലൈൻ പോലെ എനിക്ക് തോന്നുന്നു. സ്തോത്രം. ഇതൊരു ട്രിക്ക് പോലെ എനിക്ക് തോന്നുന്നു. ഇത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് പോലെ എനിക്ക് തോന്നുന്നു. ഇത് നടക്കാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു. സമൂഹത്തിന്റെ ഭാഷയാണ് ഇത് നടക്കത്തില്ലെന്ന്. ഇത് നടക്കാൻ സാധ്യതയില്ല. അതിന്റെ പേരാണ് എന്റെ കർത്താവ്. നാട്ടുകാരിൽ നടക്കാൻ സാധ്യതയില്ലാത്തത്, അവനെ ആരാധിക്കുന്ന, അവനെ ആശ്രയിക്കുന്ന തന്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന്റെ പേരാണ് എലോഹീം എൽ ഷഡായ്. 3 പേരെയാണ് നമ്മൾ ആ സ്തോത്രമതി തീയിലിട്ടത്. അതിനവനിതാ 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ
നടക്കുന്നത് ഞാൻ കാണുന്നു. നാലാമൻ സ്വർഗത്തിൽ ഇരുന്ന്, പക്ഷെ പ്രമാണത്തിൽ ഒരു കൂട്ടം നിൽക്കുന്നത് കണ്ടപ്പോ അവന് സ്വർഗത്തിൽ ഇരിപ്പുറച്ചില്ല. അവൻ പറഞ്ഞു, സ്തോത്രം, എന്റെ പ്രമാണത്തിന് ഏതവൻ നിന്നാലും അവൻ ഒറ്റയ്ക്ക് നിൽക്കത്തില്ല, ഞാൻ അവനോട് കൂടെ ഇറങ്ങി നിൽക്കാം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ ചാലഞ്ച് ചെയ്യട്ടെ ദൈവമക്കളെ. യേശുവിൻ നാമത്തിൽ രാജ്യമൊന്ന് കാണട്ടെന്ന്, സംസ്ഥാനമൊന്ന് കാണട്ടെ, അധികാരികളും സാമാന്യ ജനം കാണട്ടെ നീ പ്രമാണത്തിന് നിൽക്കുന്നെന്ന്. വെള്ളയും ഇട്ട് പ്രമാണമെന്ന് പറയുന്ന തിയറി അല്ല ഞാൻ പറയുന്നത്. പകരം തിയറി പറയുമ്പോൾ തന്നെ പ്രാക്ടിക്കലായി ഒരു കണ്ണിനും നിഷേധിപ്പാൻ കഴിയാത്ത ക്രമത്തിൽ, ഒരു ക്യാമറയ്ക്കും നിഷേധിപ്പാൻ കഴിയാത്ത ക്രമത്തിൽ സൂപ്പർ നാച്ചുറലായി ദൈവത്തിന്റെ സാന്നിധ്യം, കർത്താവിന്റെ കൃപ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി നിൽക്കട്ടെ. അടുത്തിരിക്കുന്ന 3 പേരെ തൊട്ട് പറയാൻ, നിങ്ങൾ ഒറ്റയ്ക്കല്ല. യേശുവിന്റെ നാമത്തിൽ ഏറ്റവും വലിയ തീ നിന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്നെങ്കിൽ, ഏറ്റവും വലിയ ക്രൈസിസിലൂടെ വീട് കടന്നു പോകുന്നെങ്കിൽ, ഏറ്റവും വലിയ തിന്മയിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുന്നു എങ്കിൽ ആ വീട്ടിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, ആ റൂമിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, ആ പ്രശ്നത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇറങ്ങേണ്ടവൻ നിന്റെ അടുക്കൽ ഇറങ്ങിക്കഴിഞ്ഞു. നാലാമത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു. Fourth man in the fire. നാലാമത്തവന്റെ രൂപം ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു. ഒരിക്കൽ കൂടെ, നാലാമത്തവന്റെ രൂപം ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു. ഒരു പക്ഷെ നിങ്ങൾ ചോദിക്കും, സ്തോത്രം, അതെ, ഓ ബ്രദർ സുരേഷ് ബാബു, ഈ നാലാമത്തവൻ ആരാണ്? ഈ നാലാമത്തവൻ, സ്തോത്രം, എന്റെ തീച്ചൂളയിൽ എനിക്ക് വേണ്ടി ഇറങ്ങുന്ന ഈ നാലാമത്തവൻ ആരാണ്? ഒരു ലോങ് ലിസ്റ്റ് എനിക്ക് പറവാനുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം അക്ഷരം കൊല്ലുന്നു, എന്നാൽ ആത്മാവ് ജീവിപ്പിക്കുന്ന, ദൈവത്തിന്റെ വിടുതൽ വിടുവിക്കുന്ന യേശുവിന്റെ നാമത്തിൽ സ്തോത്രം. ഈ നാലാമത്തവൻ ആരാണ്? പരിശുദ്ധാത്മാവിനോട് ഞാൻ ചോദിച്ചു, ഈ നാലാമത്തവൻ ആരാണ്? ഈ വിശുദ്ധ പുസ്തകം എഴുതിയ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ഓരോ പുസ്തകത്തിൽ അവൻ ഓരോ ഫ്ലേവർ ആയിട്ടാണ് വെളിപ്പെട്ടത്. ഓരോ പുസ്തകത്തിൽ ഈ നാലാമനായി ഇറങ്ങി നിൽക്കുന്നവരുണ്ടല്ലോ, ഓരോ പുസ്തകത്തിൽ ഓരോ ഫ്ലേവർ ആയിട്ടാണ് അവൻ വെളിപ്പെട്ടത്. ഇൻ ജീസസ് നെയിം. ആടമേലോ കാലഘട്ടത്തിന്റെ പുതപ്പ് വീഴുന്നു. ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞ തലമുറ കണ്ടിട്ടില്ലാത്ത പുതിയ വെളിപ്പാട് ഒരു ചുരുൾ അഴിഞ്ഞു വരുന്നത് പോലെ ദൈവത്തിന്റെ കൃപയാൽ ഈ 11-ാം തീയതി വെളിപ്പെടുകയാണ്. കെ എബ്രഹാം പറയാത്തത്, ഓ ടി ജി ഉമ്മച്ചന് വെളിപ്പെടാത്തത്, പി ജോൺസൺ എഴുതാത്തത്, കാലഘട്ടത്തിന്റെ ദൂത് ഇന്ന് പകൽക്കാലം വെളിപ്പെട്ട് വരട്ടെ. Who is this fourth man in the fire? ആരാണ് ഈ തീയിൽ ഇറങ്ങി നിൽക്കുന്നതായ നാലാമൻ? തോറ എഴുതിയ മോശയിലൂടെ പരിശുദ്ധാത്മാവ് പറയും, ഉൽപ്പത്തിയിൽ അവൻ പഴയ പാമ്പിന്റെ തലയെ തകർത്ത സ്ത്രീയുടെ സന്തതിയാണ്. ഓഹോ, ഉൽപ്പത്തിയിൽ അവൻ പാമ്പിന്റെ തലയെ തകർത്ത സ്ത്രീയുടെ സന്തതിയാണ്. എന്നാൽ മോശ പറയുന്നു, പുറപ്പാടിൽ അവൻ പാസ്ഓവർ ലാംബാണ്. പുറപ്പാടിൽ അവൻ പെസഹ കുഞ്ഞാടാണ്. ആരാണ് ഈ നാലാമൻ? ലേവ്യ പുസ്തകത്തിൽ അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. ആരാണ് എന്റെ നാലാമൻ? സംഖ്യാപുസ്തകത്തിൽ പകൽ അവൻ മേഘസ്തംഭവും രാത്രിയിൽ അവൻ അഗ്നിസ്തംഭവുമാണ്. ആവർത്തന പുസ്തകത്തിൽ അവൻ മോശയേക്കാൾ ശക്തനായി വീണ്ടും വരുവാനുള്ള പ്രവാചകനാണ്. Who is my fourth man? ആരാണ് ഈ സ്തോത്രം തീച്ചൂളയിൽ ഇറങ്ങുന്ന നാലാമൻ? യോശുവ പറയുന്നു, he is the captain of Lord's army. അവൻ ദൈവത്തിന്റെ സൈന്യത്തിന്റെ അധിപതിയാണ്. സ്തോത്രം. അതേ, ന്യായാധിപന്മാരോട് ചോദിക്കേ, ന്യായാധിപന്മാരെ, ഈ ഫോർത്ത് മാൻ ആരാണ്? he is my righteous judge. അവൻ നീതിയോടെ ന്യായപാലനം ചെയ്യുന്ന ന്യായാധിപതിയാണ്. മോവാബിൽ വന്ന രൂത്തേ, സ്തോത്രം, ഈ നാലാമൻ ആരാണ്? അവൾ പറയും, സ്തോത്രം, എന്റെ വീണ്ടെടുപ്പുകാരനാണ്. Come on people, എന്റെ വീണ്ടെടുപ്പുകാരനാണ് ഈ നാലാമൻ. 1 ശമൂവേലിൽ ഞാൻ ചോദിക്കുന്നു, സാമുവേലേ പറ, ആരാണ് ഈ നാലാമൻ? അവൻ പറയും, സ്തോത്രം, അവൻ വിശ്വസ്തനായ പ്രവാചകനാണ്. ഹേ ശമൂവേലേ, 2 ശമൂവേലിൽ അവൻ ആരാണ്? സ്തോത്രം. അതേ, പരിശുദ്ധാത്മാവ് പറഞ്ഞു, അവൻ അഭിഷിക്തനായ രാജാവാണ്. അവൻ അഭിഷിക്തനായ രാജാവാണ്. 1 രാജാക്കന്മാരിൽ അവൻ ആരാണ്? ഇതാ, ജ്ഞാനം ശലോമോനിൽ നിന്ന് ഒഴുകുന്നു എങ്കിൽ, ജ്ഞാനം ശലോമോനിൽ നിന്ന് ഒഴുകുന്നു എങ്കിൽ അവൻ ജ്ഞാനിയായ രാജാവാണ്. ഓ സ്തോത്രം. 2 രാജാക്കന്മാരിൽ അവൻ ആരാണ്? ഏലിയാവ് എടുത്തുകൊള്ളപ്പെട്ടു. പുതപ്പ് താഴേക്ക് വന്നെങ്കിൽ ഇരട്ടി
പങ്ക് ശക്തി ഈ മണിക്കൂറിലും ഇന്ത്യൻ ഇവാഞ്ചലിസത്തിന് വേണ്ടി, ഗ്ലോബൽ ഇവാഞ്ചലിസത്തിന് വേണ്ടി നിന്നെ ബലപ്പെടുത്തുന്ന ഇരട്ടി പങ്കിന്റെ പുതപ്പാണ് ഈ നാലാമൻ. വേദപുസ്തകം പറയുന്നു, ഒന്ന് തിരുവൃത്താന്തത്തിൽ അവൻ ആരാണ്? ആലയം നിറഞ്ഞ്, ആലയത്തെ മറച്ച്, ആലയം നിറഞ്ഞ് കവിയുന്ന മഹത്വമാണ്. ആലയം നിറഞ്ഞ് കവിയുന്ന മഹത്വമാണ് ഈ നാലാമൻ. Who is my fourth man? Come on, വായ്കളെ തുറന്ന് ആരാധിച്ചാട്. I sense the presence of God. Who is this fourth man? സ്തോത്രം. അതേ രണ്ട് തിരുവൃത്താന്തം പറയുന്നു, മറ്റ് രാജാക്കന്മാർ ഇളകി മാറിയപ്പോൾ സിംഹാസനത്തിന് ഇളക്കമില്ലാത്ത രാജാവാണ് എന്റെ ഫോർത്ത് മാൻ, എന്റെ നാലാമൻ. എസ്രാ ശാസ്ത്രിയെ, ആരാണ് ഈ നാലാമൻ? He is my scribe. അവൻ എന്റെ വചന ശാസ്ത്രിയാണ്. ആരാണ് ഈ നാലാമൻ? നെഹമ്യാവ് പറയുന്നു, എന്റെ ജീവിതത്തിന്റെ സ്തോത്രമത്തെ തകർച്ചകൾ കടന്നു വരുമ്പോൾ ആ തകർച്ചകളിൽ നിന്ന് ആർക്കും ഇനിമേലാൽ പൊളിക്കുവാൻ കഴിയാതെ എന്നെ പണിതുയർത്തുന്നവനാണ് എന്റെ നാലാമൻ. എസ്തേറേ, സ്തോത്രം. ഈ നാലാമൻ ആരാണ്? എസ്തേർ പറയും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എന്റെ മൊർദെഖായിയാണ് എന്റെ നാലാമൻ. Who is my fourth man? യോബ് പറയുന്നു, എന്റെ വീണ്ടെടുപ്പുകാരൻ എനിക്കായി ജീവിക്കുന്ന. എത്ര പേർ ഹല്ലേലൂയ പറയുന്നു? എത്ര പേർ ദൈവത്തെ ആരാധിക്കുന്നു? എന്റെ സ്തോത്രം, അതെ, വീണ്ടെടുപ്പുകാരൻ എനിക്കായി ജീവിക്കുന്നു. സങ്കീർത്തനക്കാരനായ ദാവീദേ, സങ്കീർത്തനക്കാരന്മാരെ, ആരാണ് ഈ നാലാമൻ? യഹോവ എന്റെ ഇടയനാകുന്നു, അവൻ എന്റെ ഇടയനാകുന്നു, അവനാണ് എന്റെ നാലാമൻ. സദൃശവാക്യം എഴുതിയ ശലോമോനെ, അവൻ ആരാണ്? സൂപ്പർ നാച്ചുറൽ ആയ ദൈവത്തിന്റെ ജ്ഞാനമാണ്, അവനാണ് എന്റെ നാലാമൻ. സഭാപ്രസംഗിയെ, ആരാണ് ഈ നാലാമൻ? സകല നിധികളുടെയും സകല ജ്ഞാനത്തിന്റെയും ഉടമസ്ഥൻ, സകല ഗുപ്ത നിധികളുടെ ഉടമസ്ഥൻ അവനാകുന്നു എന്റെ നാലാമൻ. ഉത്തമ ഗീതത്തിൽ എന്റെ നാലാമൻ ആരാണ്? അവൻ എന്റെ ആത്മമണവാളനാണ്, അവൻ എന്റെ ആത്മമണവാളനാണ്. Come on people, hallelujah, hallelujah. യെശയ്യാവ് ആരാണ്? ഈ നാലാമൻ. He is my prince of peace. അവൻ എന്റെ സമാധാനത്തിന്റെ പ്രഭുവാണ്. ഇരമ്യാവേ, അവൻ ആരാണ്? ഇരമ്യാവ് പറയുന്നു, യഹോവ തിസ്കനു, അവൻ എന്റെ നീതിയായവൻ, അവൻ എന്റെ നീതിയായവൻ. ഞാൻ വീണ്ടും പറയും, അവൻ നിന്റെ നീതിയായവൻ. ലാമെന്റേഷൻ, വിലാപങ്ങളിൽ അവൻ ആരാണ്? വിലാപങ്ങളിൽ is the weeping prophet. അവൻ കരയുന്നതായ പ്രവാചകൻ. എസെക്കേലിൽ അവൻ ആരാണ്? തെക്കോട്ട്, വടക്കോട്ട്, കിഴക്കോട്ട്, പടിഞ്ഞാറോട്ട് സുവിശേഷത്തിന് 4 മുഖമായി വെളിപ്പെടുന്ന ദൈവത്തിന്റെ പുരുഷനാണ് എസെക്കേലിൽ അവൻ. സ്തോത്രം. അതേ, ദാനിയേലിൽ അവൻ ആരാണ്? Church, hear me today. He is none other than the fourth man in your fiery furnace. നിന്റെ തീച്ചുളയിൽ നാലാമനാണ് ദാനിയേലിന്റെ പുസ്തകത്തിൽ അവൻ. ഹോശേയിൽ അവൻ ആരാണ്? അവൻ വിശ്വസ്തനായ ഭർത്താവാണ്. യോവേലിൽ അവൻ ആരാണ്? He's the baptizer of the Holy Spirit, because the scripture says in the last days I will pour my spirit upon every flesh. യോവേൽ പുസ്തകത്തിൽ അവൻ പരിശുദ്ധാത്മാവിനെ പകരുന്നവനാണ്. ആമോസിൽ അവൻ ദൈവത്തിന്റെ തെറ്റ് പറ്റാതെ നിന്നെ എന്നെ ബാലൻസ് ചെയ്ത് നിർത്തുന്ന ദൈവത്തിന്റെ തൂക്കുകട്ടയാണ്. പലരും ഇംബാലൻസ് ആകുമ്പോൾ, പലരും ഇടത്തോട്ട് ചലിച്ചപ്പോൾ, പലരും വലത്തോട്ട് ചലിച്ചപ്പോൾ, ഈ കാലഘട്ടത്തിൽ നിന്നെയും എന്നെയും ബാലൻസ് ശുശ്രൂഷയിൽ നിർത്തുന്ന, ബാലൻസ് ചെയ്ത് നിർത്തുന്ന ഡിവൈൻ പ്ലം ലൈൻ, ദിവ്യമായ തൂക്കുകട്ടയാണ് നാലാമൻ. സ്തോത്ര. ഓബദ്യായിൽ അവൻ ശക്തനായ രക്ഷകനാണ്. നിന്റെ ഏത് സ്തോത്രം പ്രിയപ്പെട്ടവനെ രക്ഷിപ്പാൻ, ഏത് കെട്ടിൽ കിടക്കുന്നവരെ രക്ഷിപ്പാൻ ഓബദ്യാവിൽ അവൻ ശക്തനായ രക്ഷകനാണ്. സ്തോത്രം. യോനയിൽ അവൻ സ്തോത്രം ദൈവത്തിന്റെ മിഷണറി സർവീസാണ്, ദൈവത്തിന്റെ മിഷണറി സർവീസാണ്. വിളിയുണ്ടായിട്ടും തെരഞ്ഞെടുപ്പുണ്ടായിട്ടും വഴിതെറ്റി നാറിയ ജീവിതത്തിലായിരിക്കുന്നവർ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ പിടിക്കപ്പെടട്ടെ. യോനയിൽ അവൻ ദൈവത്തിന്റെ മിഷണറി സർവീസാണ്. മീഖയിൽ അവൻ എന്റെ കാവൽക്കാരനാണ്, അവൻ എന്റെ കാവൽക്കാരനാണ്. കൊറോണ നിന്നെ പിടിക്കാതെ, അപകടങ്ങൾ നിന്നെ തൊടാതെ, നിന്റെ പോക്കിലും വരവിലും, നിന്റെ വീടിനകത്തും പുറത്തും അവൻ നിന്റെ കാവൽക്കാരനാണ്. നഹൂമിൽ നിനക്കെതിരെ ശത്രു ഇരമ്പി വരുമ്പോൾ ശത്രുക്കളുടെ മേൽ പ്രതികാരം ചെയ്യുന്ന, ദൈവിക പ്രതികാര
പ്രചാരകനാണ്. നഹൂമിൽ അവൻ, ഹബക്കൂക്കിൽ അവൻ ഉണർവിന്റെ സുവിശേഷകനാണ്. പൂർണ്ണ തന്ത്രിനാഥത്തോടെ തിരുവറ്റം തളിക്കയില്ല, മുന്തിരിവളിയിൽ അനുഭവം ഉണ്ടാകയില്ല. ഓ ഇലകൾ തൊഴുത്തിൽ കന്നുകാലികൾ നശിച്ചു പോകും, എങ്കിലും 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 ഞാൻ ദൈവത്തെ സ്തുതിക്കുമെന്ന് പറയുന്ന ഉണർവിന്റെ സുവിശേഷകനാണ്. സ്തോത്രം. അതെ, ഹബക്കൂക്കിൽ, സഫന്യാവിൽ, സ്തോത്രം, സഫന്യാവിൽ എന്റെ കർത്താവ് അവൻ മഹത്വത്തെ സ്തോത്രം ശേഷിപ്പിനെ കൂട്ടുന്നവനാണ്, റെമനന്റിനെ ഒരുമിച്ച് കൂട്ടുന്നവനാണ്. സഫന്യാവിലെങ്കിൽ ഹഗായി പറയുന്നു, who is my fourth man, he is the God on who is restoring the heritage of God. ദൈവിക നിക്ഷേപങ്ങളെ വീണ്ടും പുനരുദ്ധരിക്കുന്നവനാണ്. ശത്രു കൊണ്ടുപോയ തകർത്ത് കളഞ്ഞ ദൈവിക നിക്ഷേപങ്ങളെ വീണ്ടും സ്തോത്രം പുനരുദ്ധരിക്കുന്നവനാണ് കർത്താവ്. സ്തോത്രം. സഖരിയാവിൽ അവൻ ആരാണ്? യെരൂശലേമിന്റെ മാലിന്യത്തിന് വേണ്ടി ഒരു മതത്തിനും ഒരു ഭരണാധികാരിക്കും ഒരു ഭൂതത്തിനും അടച്ചുകളവൻ കഴിയാത്തതായ എന്നും തുറന്നിരിക്കുന്ന ഉറവയാണ് സഖരിയാവിൽ ആ നാലാമൻ. മലാഖിയിൽ അവൻ ആരാണ്? അവൻ ദൈവത്തിന്റെ പുത്രനായി അവന്റെ ചിറകനടിയിൽ നിന്ന്, അവന്റെ ചിറകൻ കീഴിൽ നിന്ന് രോഗോപശാന്തി ഉയരുകയാണ്. Come on, hallelujah, 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 hallelujah. ഈ ഫ്ലേവറുകൾ ഇന്ന് പകൽക്കാലം വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരു സിംഗിൾ കളർ ആയിട്ടല്ല, മൾട്ടി കളറായി ഇത് സകലതും പഴയ നിയമത്തിന്റെ 39 പുസ്തകത്തിന്റെ ഫ്ലേവർ ഇന്ന് പകൽക്കാലം ഈ ജനത്തിന്മേൽ ഓ ഹല്ലേലൂയ വെളിപ്പെടട്ടെ. He is your fourth man, he is your fourth man. പഴയ നിയമ പുസ്തകം, പഴയ നിയമം കഴിഞ്ഞിട്ട് പുതിയ നിയമത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ യഹൂദന്മാരിൽ യഹൂദനായ മത്തായി പറയുന്നു, he is our Messiah. മത്തായി പറയുന്നവൻ നമ്മുടെ മെശിഹയാണ്, അവൻ യഹൂദന്മാരുടെ രാജാവാണ്. മർക്കോസേ അവൻ ആരാണ്? അവൻ വിശ്വസ്തനായി ഓടി നടന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യുന്ന അതേ ദൈവത്തിന്റെ ദാസനാണ്. മർക്കോസിൽ അവൻ ദാസനാണ്. ലൂക്കോസ് എന്ന വൈദ്യൻ പറയുന്നു, ജാതികളിൽ നിന്ന് കയറി വന്ന ലൂക്കോസ് എന്ന വൈദ്യൻ പറയുന്നു, അവൻ പൂർണ്ണനായ മനുഷ്യനാണ്. ഓ അവൻ പൂർണ്ണ മനുഷ്യനാണ്. യോഹന്നാൻ പറയുന്നു, മാവോട് ചേർന്നിരുന്നവന് ഹൃദയസ്പന്ദനം കേട്ടവൻ പറയുന്നു, do you know who is your fourth man? അവൻ നിന്റെ അതേ തീയിൽ ഇറങ്ങി നിൽക്കുന്ന നാലാമൻ ആരെന്നറിയുമോ? അവൻ ദൈവത്തിന്റെ പുത്രനാത്രേ. അപ്പോസ്തല പ്രവൃത്തിയിൽ യെരൂശലേമിൽ, യഹൂദിയിൽ, ശമരിയയിൽ, അന്തോക്യയിൽ, എഫെസോസിൽ ഒക്കെ സ്തോത്രം അഗ്നിച്ചിറകായ പരിശുദ്ധ ആത്മാവായി അവൻ വെളിപ്പെടുകയുണ്ടായി. ആരും കേട്ടില്ല? അഗ്നിച്ചിറകായ, അഗ്നിച്ചിറകായ, അഗ്നിച്ചിറകായ. വീണ്ടും 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 നിന്റെ ചിറകരിഞ്ഞ ശക്തികളുടെ നടുവിൽ ആ ചിറക് വീണ്ടും ഉയർന്നു വരികയാണ്. പ്രവചനമാണ്. നിന്റെ ചിറകിനെ അരിഞ്ഞു കളഞ്ഞ വ്യക്തികളെയും ശക്തികളെ മുൻപിൽ വീണ്ടും പുതിയൊരു കഴുകൻ ചിറക്, പുതിയൊരു കഴുകൻ ചിറക്. Come on, take it. പുതിയൊരു കഴുകൻ ചിറക്, പുതിയൊരു കഴുകൻ ചിറക്, പുതിയൊരു കഴുകൻ ചിറക് ദൈവത്തിന്റെ കൃപയാൽ അവൻ നിനക്ക് തിരികെ നൽകുകയാണ്. Who is your fourth man? റോമൻസിൽ, റോമാലേഖനത്തിൽ അവൻ എന്റെ നീതിയാണ്, അവൻ എന്റെ നീതിയാണ്. 1 കൊരിന്ത്യ ലേഖനത്തിൽ സ്തോത്രം അവൻ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാണ്. 1 കൊരിന്ത്യരിൽ അവൻ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാണ്. 2 കൊരിന്ത്യ ലേഖനത്തിൽ അവൻ ഒടുക്കത്തെ ആദാമാണ്. He is the last Adam. ഗലാത്യ ലേഖനത്തിൽ he is the redeemer from the law of every curse. സകല ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് എന്റെ വീണ്ടെടുക്കുന്നവനാണ് എന്റെ നാലാമൻ. കേൾക്കുന്നവരെ ദൈവത്തെ ആരാധിച്ചാട്ടെ. എഫേസ്യ ലേഖനത്തിൽ he is my unshaking foundation. ആർക്കും ഒന്നിനും അതേ എന്നെ ഉലക്കാൻ കഴിയാത്ത, ഒരിക്കൽ കൂടെ, ആർക്കും ഒന്നിനും എന്നെ ഉലക്കാൻ കഴിയാത്ത, ആർക്കും ഒന്നിനും ഉലക്കാൻ കഴിയാത്ത അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന എന്റെ അടിസ്ഥാനമാണ് എന്റെ കർത്താവ്. ഫിലിപ്പ്യ ലേഖനത്തിൽ സ്തോത്രം അവൻ അളവില്ലാത്ത മഹിമാധനം. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും, ഒരിക്കൽ കൂടെ, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തു യേശുവിൽ അവന്റെ മഹത്വത്തിന്റെ ധനത്തിന് തവണ സകലമല്ല പൂർണ്ണമായി തീർത്തു തരും. അളവില്ലാത്ത മഹത്വത്തിന്റെ ധനമാണ് അവൻ. ഹല്ലേലൂയ, ഫോർത്ത് മാൻ. സ്തോത്രം. അതേ, ഓ കൊലോസ്യ ലേഖനത്തിൽ അവൻ ആരാണ്? കൊലോസ്യ ലേഖനത്തിൽ ഈസ് എ ഹോപ്പ് ഓഫ് ഹിസ് ഗ്ലോറി, ഹോപ്പ് ഓഫ് യുവർ ഗ്ലോറി. അവൻ മഹത്വത്തിന്റെ പ്രത്യാശയാണ്. അല്ലെങ്കിൽ ദേഹരൂപത്തിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ പൂർണ്ണത, ദേഹരൂപത്തിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ പൂർണ്ണതയാണ്. 1 തെസ്സലോനിക്ക ലേഖനത്തിൽ അവൻ ആരാണ്? Who is your fourth man? കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളധ്വനിയോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന, വീണ്ടും വരുന്നവനാണ്. 1 തെസ്സലോനിക്ക ലേഖനത്തിൽ നിന്റെ നാലാമൻ. 2 തെസ്സലോനിക്ക ലേഖനത്തിൽ അവൻ നിന്റെ സമാധാനത്തിന്റെ കർത്താവ്. എല്ലാ സമാധാന
സമാധാനങ്ങൾ പുറത്തു പോകട്ടെ. സ്തോത്രം പറ. എല്ലാ സമാധാനങ്ങൾ പുറത്തു പോകട്ടെ. എല്ലാ സമാധാനങ്ങൾ പുറത്തു പോകട്ടെ. 1 തീമോഥെയോസ് ലേഖനത്തിൽ ദൈവത്തിനും മനുഷ്യർക്കും മധ്യത്തിലുള്ള ഏക മധ്യസ്ഥനാണ്. 2 തീമോഥെയോസിന്റെ ലേഖനത്തിൽ അവൻ നിന്റെ ഇൻസ്ട്രക്ടറാണ്, അവൻ നിന്റെ അധ്യാപകനാണ്. നിന്റെ ബെസ്റ്റ് അധ്യാപകൻ ഹോവാർഡിലല്ല, ഓക്സ്ഫോർഡിലല്ല, കേംബ്രിഡ്ജിലല്ല. നിന്റെ സ്തോത്രം ലോകം കണ്ട ഏറ്റവും നല്ല അധ്യാപകൻ, ലോകം കണ്ട ഏറ്റവും നല്ല അധ്യാപകൻ നിന്റെ അടുക്കൽ, നിന്റെ റൂമിൽ ഇറങ്ങി നിൽക്കുന്നു. അവൻ നിന്നെ പഠിപ്പിക്കുകയാണ്. 1 സ്തോത്രം അതെ തീത്തോസിന്റെ ലേഖനത്തിൽ അവൻ വിശ്വസ്തനായ ഇടയനാണ്. ഫിലോമോന്റെ ലേഖനത്തിൽ കഷ്ടകാലത്തിൽ ഏറ്റവും അടുത്ത സുഹൃത്തിനേക്കാൾ ഉറ്റിരിക്കുന്നതായ സ്നേഹിതനാണ്. He's closer and thicker than a brother. കഷ്ടസമയം എനിക്കും നിനക്കും കടന്നു വരുമ്പോൾ ജീവിതത്തിന്റെ അർദ്ധരാത്രിയിൽ ഏറ്റവും ചേർന്നിരിക്കുന്ന സ്നേഹിതനാണ്. സ്തോത്രം. അവനാണ് നിന്റെ ഫോർത്ത് മാൻ. എബ്രായ ലേഖനത്തിൽ മൽക്കിഷെദക്കിന്റെ ക്രമപ്രകാരം സ്തോത്രം അതെ ഉടമ്പടിയുടെ രക്തത്തിന്റെ ഉടമയാണ് യേശു. സ്തോത്രം അതെ എബ്രായ ലേഖനത്തിന്റെ ഫോർത്ത് മാൻ അവൻ സ്തോത്രം അതെ പുതിയ നിയമത്തിന്റെ രക്തത്തിന്റെ ഉടമയാണ്. സ്തോത്രം. വീണ്ടും വേദപുസ്തകം പറയുന്നു യാക്കോബിന്റെ ലേഖനത്തിൽ അവൻ സൗഖ്യദായകനാണ്. എത്ര ആമേൻ പറയുന്നു. യാക്കോബിന്റെ ലേഖനത്തിൽ അവൻ സൗഖ്യദായകനാണ്. 1 പത്രോസിന്റെ ലേഖനത്തിൽ സ്തോത്രം ഫോർത്ത് മാൻ അവൻ വലിയ ഇടയനാണ്, അവൻ വലിയ ഇടയനാണ്. 2 പത്രോസിന്റെ ലേഖനത്തിൽ അവൻ നമ്മുടെ മഹത്വത്തിന്റെ പ്രത്യാശയാണ്. ഫോർത്ത് മാൻ. Who is your fourth man? ആരാണ് നിന്റെ നാലാമൻ? 1 യോഹന്നാനിൽ അവൻ ദൈവത്തിന്റെ സ്നേഹമാണ്. 2 യോഹന്നാനിൽ അവൻ ദൈവിക സത്യമാണ്. 3 യോഹന്നാനിൽ പ്രിയനെ നിനക്ക് സകലതും ശുഭത നൽകുന്നവനാണ്. സ്തോത്രം. 65 പുസ്തകമായ യൂദയുടെ ലേഖനത്തിൽ 1000 വിശുദ്ധന്മാരുമായി വിശുദ്ധന്മാരുമായി അവൻ വീണ്ടും വരുന്നവനാണ്. വെളിപ്പാട് പുസ്തകത്തിൽ അവൻ രാജാതി രാജാവ്, അവൻ കർത്താതി കർത്താവാണ്. He is your fourth man. അവനാണ് നിന്റെ നാലാമൻ. യേശുവാണ് നിന്റെ നാലാമൻ. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്. ഹല്ലേലൂയ. താൻ വാഴുകയാൽ ആകുലം ഇല്ല. വിളിച്ചു പറഞ്ഞാട്ടെ, യേശുവിന്റെ നാമത്തില് എന്റെ കർത്താവ് എനിക്കായി ജീവിക്കുന്നു. സ്തോത്രം. അതെ, അവൻ നിന്നെ ഒറ്റയ്ക്ക് കൈവിടുകയുമില്ല, അവൻ നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. ആ യേശു നിന്റെ നാലാമനാണ്. നെബൂഖദ്നേസർ കണ്ടു, ബാബേൽ രാജ്യം അത് കണ്ടു, 10,000 ജനമത് കണ്ടു. ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിന്റെ നടുവിൽ അവർ ഒറ്റയ്ക്കല്ല നിൽക്കുന്നത്, അവരോടുകൂടെ നാലാമനായി കർത്താവ് ഇറങ്ങി നിൽക്കുകയാണ്. ദേശമെന്ന് കാണട്ടെന്നേ, ബന്ധുക്കളെന്ന് കാണട്ടെന്നേ, സ്വന്തക്കാരെന്ന് കാണട്ടെന്നേ, നീ ഒറ്റയ്ക്കല്ല, ദൈവം നിന്റെ കൂടെ ഇറങ്ങി നിൽക്കുന്നു.